നമസ്കാരം. 9 മണി വാർത്തയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ആദ്യം നോക്കാം പ്രധാന തലക്കെട്ടുകൾ. ചേർത്തല പള്ളിപ്പുറത്തെ ഐഷ കൊലപാതകത്തിൽ സീരിയൽ കില്ലർ സെബാസ്റ്റ്യനെതിരെ കൂടുതൽ തെളിവുകൾ. സെബാസ്റ്റ്യനെതിരെ 5 സ്ത്രീകൾ മൊഴി നൽകി. ഇയാളെ പ്രതി ചേർത്ത് കോടതിയിൽ റിപ്പോർട്ട് നൽകാൻ അന്വേഷണ സംഘം. ചേർത്തല മജിസ്ട്രേറ്റ് കോടതി 1-ലാണ് കൊലപാതകം അടക്കം ഉൾപ്പെടുത്തിയ കാര്യം പോലീസ് അറിയിക്കുക. ശബരിമല സ്വർണ്ണമോഷണത്തിൽ നിർണായക മൊഴി ദേവസ്വം വിജിലൻസിന്. സ്വർണം പൊതിഞ്ഞവയായിരുന്നില്ല, പുതിയ ചെമ്പ് പാളിയായിരുന്നു ചെന്നൈയിൽ സ്വർണം പൂശാനെത്തിച്ചത്. ചെമ്പിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നില്ലെന്നും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരിയുടെ മൊഴി. ചെന്നൈയിലെത്തും മുൻപ് ദ്വാരപാലക ശില്പപാളികൾ വിറ്റിരിക്കാമെന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നൽകും. എറണാകുളം കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടിയുള്ള കവർച്ചയുടെ മുഖ്യ ആസൂത്രകൻ അഭിഭാഷകനായ നിഖിൽ നരേന്ദ്രനാഥ് ഉൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു. സംഘത്തിൽ മുഖംമൂടി ധരിച്ചെത്തിയ 3 പേരെ കൂടി പിടികൂടാനുണ്ട്. ഗാസ സമാധാനത്തിലേക്ക്. ഡൊണാൾഡ് ട്രംപിന്റെ സമാധാന പദ്ധതിയുടെ ആദ്യഘട്ടം നിലവിൽ വന്നു. ഇസ്രയേൽ മന്ത്രിസഭ അംഗീകരിച്ചതോടെ വെടിനിർത്തൽ പ്രാബല്യത്തിൽ. ബന്ദികളെ തിങ്കളാഴ്ച മോചിപ്പിച്ചേക്കും. ട്രംപ് ഉടൻ കെയ്റോയിലെത്തുമെന്ന അഭ്യൂഹങ്ങൾ. സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം ഇന്ന് പ്രഖ്യാപിക്കും. ഡൊണാൾഡ് ട്രംപിന് പുരസ്കാരം ലഭിക്കുമോ എന്ന ആകാംക്ഷ. ഫ്രാൻസിസ് മാർപ്പാപ്പ, ഇലോൺ മസ്ക്, ഇമ്രാൻഖാൻ തുടങ്ങിയവർ പട്ടികയിൽ. പ്രഖ്യാപനം ഇന്ത്യൻ സമയം ഉച്ചയ്ക്ക് 2:30. അഫ്ഗാനിസ്ഥാനിലെ കബൂളിൽ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ എയർഫോഴ്സ്. 2 ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് പ്രദേശവാസികൾ. തെഹ്രീക്ക് ഇ താലിബാൻ തലവൻ നൂർ വാലി മഹ്സൂദിനെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണമാണ് എന്ന് വിവരം. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ പാലിയക്കരയിലെ ടോൾ പിരിവ് കേസ് ഹൈക്കോടതിക്ക് മുന്നിൽ വീണ്ടും. ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ 10 ദിവസം മുൻപ് ഹൈക്കോടതി തീരുമാനിച്ചിരുന്നു. എന്നാൽ മുരിങ്ങൂരിൽ സർവീസ് റോഡ് ഇടിഞ്ഞതോടെ ഉത്തരവിടുന്നത് മാറ്റിവെക്കുകയായിരുന്നു. പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ മേഖലാ ഭാരവാഹി വിനേഷിനെ ഡിവൈഎഫ്ഐ നേതാക്കൾ ആക്രമിച്ചത് ആസൂത്രണത്തോടെയെന്ന് പോലീസ്. ആക്രമണം നടത്തിയത് കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെ. ആക്രമണത്തിന് പിന്നിൽ ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറിയെ വിമർശിച്ച് ഫേസ്ബുക്കിൽ കമന്റ് ഇട്ടതിന്റെ വൈരാഗ്യം. ബീഹാർ തെരഞ്ഞെടുപ്പിന് തുടക്കമാകുന്നു. നാമനിർദ്ദേശ പത്രികാ സമർപ്പണം ഇന്നു മുതൽ. പ്രധാന മുന്നണികളിൽ സീറ്റ് വിഭജന ചർച്ച പുരോഗമിക്കുന്നു. എല്ലാ വീട്ടിലും ഒരാൾക്ക് സർക്കാർ ജോലി ഉറപ്പാക്കുമെന്ന പ്രഖ്യാപനവുമായി തേജസ്വി യാദവ്. കരൂർ ദുരന്തവുമായി ബന്ധപ്പെട്ട വിവിധ ഹർജികൾ സുപ്രീം കോടതി ഇന്ന് പരിഗണിക്കും. വിഷയത്തിൽ സിബിഐ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ബിജെപി ഹർജിയും എസ്ഐടി അന്വേഷണം റദ്ദാക്കണമെന്ന ടിവിക്ക് ഹർജിയും നിർണായകമാകും. വിജയ് തിങ്കളാഴ്ച കരൂർ സന്ദർശിച്ചേക്കുമെന്നും റിപ്പോർട്ടുകൾ. മോഹൻലാലിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ രാവണപ്രഭു വീണ്ടും തിയേറ്ററുകളിൽ. 24 വർഷം മുൻപ് തിയേറ്ററുകളെ ഇളക്കിമറിച്ച ചിത്രത്തിന്റെ 2ാം വരവിലും ഗംഭീര സ്വീകരണം ഒരുക്കിയ ആരാധകർ. വാർത്തകളിലേക്ക് വിശദമായി പോകാം. ചേർത്തല പള്ളിപ്പുറത്തെ ഐഷ കൊലപാതകത്തിൽ സീരിയൽ കില്ലർ സെബാസ്റ്റ്യനെതിരെ കൂടുതൽ തെളിവുകൾ. ഐഷയും സെബാസ്റ്റ്യനുമായുള്ള ബന്ധത്തെക്കുറിച്ചും സാമ്പത്തിക ഇടപാടുകളെക്കുറിച്ചും 5 സ്ത്രീകൾ ഇതിനോടകം മൊഴി നൽകി. ഐഷയുടെ അയൽവാസിയായ സ്ത്രീയും സെബാസ്റ്റ്യന്റെ മുൻ പെൺസുഹൃത്തായ റോസമ്മയും ന്യൂസ് 18 നടത്തിയ വെളിപ്പെടുത്തലാണ് ഐഷ തിരോധാന കേസിൽ പുനരന്വേഷണത്തിലേക്ക് നയിച്ചത്. ന്യൂസ് 18 ഇംപാക്ട്. എന്തായാലും സെബാസ്റ്റ്യനെതിരെ കൂടുതൽ തെളിവുകൾ ഈ കേസിൽ വരികയാണ്. 5 സ്ത്രീകളാണ് ഇതിനോടകം മൊഴി നൽകിയിരിക്കുന്നത് സെബാസ്റ്റ്യനെതിരെ എന്നുള്ളതാണ് ഇതിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമുക്കറിയാം, റോസമ്മ സെബാസ്റ്റ്യന്റെ പെൺസുഹൃത്ത് ന്യൂസ് 18 വലിയ വെളിപ്പെടുത്തൽ നടത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് പുനരന്വേഷണം ഉണ്ടായത്. ഇപ്പോൾ ശരണ്യ സ്നേഹജൻ ചേരുന്നു ആലപ്പുഴയിൽ നിന്നും വിശദവിവരങ്ങളുമായി. ശരണ്യ, ഗുഡ് മോർണിംഗ്. ഇപ്പോൾ നമ്മൾ നടത്തിയ അന്വേഷണം, അതിലേക്ക് തന്നെ കാര്യങ്ങൾ, ആ രീതിയിൽ തന്നെ കാര്യങ്ങൾ എത്തുന്നു എന്നുള്ളതാണ്. 5 സ്ത്രീകൾ ഇതിനോടകം സെബാസ്റ്റ്യനെതിരെ മൊഴി നൽകിയിരിക്കുന്നു എന്ന വിവരമാണ് അറിയുന്നത്. ഒപ്പം ഈ കേസിലെ റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനുള്ള നീക്കങ്ങൾ കൂടി നടക്കുന്നു. എന്തൊക്കെയാണ് വിശദവിവരങ്ങൾ? തീർച്ചയായും ഐഷ തിരോധാന കേസ് മറ്റൊരു ഘട്ടത്തിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് ഏറ്റവും സന്തോഷകരമായ കാര്യം. അൺഡിക്റ്റേറ്റഡ് എന്ന് എഴുതി തള്ളിയ ഒരു കേസ് ഇപ്പോൾ റീഓപ്പൺ ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് ന്യൂസ് 18 വാർത്ത വഴിവെച്ചു എന്നുള്ളതാണ്. അതിനുശേഷം അതിൽ മറ്റൊരു നിർണായകമായ ഘട്ടത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഈ കേസിനകത്ത് സെബാസ്റ്റ്യനെ കൂടി പ്രതി ചേർത്തുകൊണ്ട്
അന്വേഷണ സംഘം ഇപ്പോൾ റിപ്പോർട്ട് നൽകാനായി തീരുമാനിച്ചിട്ടുണ്ട്. ഉടൻ തന്നെ കോടതിയിൽ ആ റിപ്പോർട്ട് അടുത്ത ദിവസം തന്നെ നൽകും എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതിൽ തന്നെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് പല സ്ത്രീകൾ ഈ കേസുമായി ബന്ധപ്പെട്ട്, അതായത് മറ്റ് കേസുകളിലൊക്കെ ഡയറക്റ്റ് സെബാസ്റ്റുമായി ബന്ധപ്പെട്ട് മൊഴി നൽകുന്നതിന് ആളുകൾ, കാരണം കാലപ്പഴക്കം അടക്കമുള്ള കാര്യങ്ങൾ, സാക്ഷിമൊഴി പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ കുറെ കൂടി ക്ലാരിറ്റിയിൽ ഈ കേസ് എത്തുന്നു എന്നുള്ളതാണ്. ആയിഷ തിരോധാന കേസ് ഇപ്പോൾ മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു. സെബാസ്റ്റ്യന്റെ കുരുക്ക് മുറുകുന്നു എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതിൽ തന്നെ സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ഉള്ള 5 സ്ത്രീകൾ, അതായത് നമ്മൾ കഴിഞ്ഞ ദിവസം പുറത്തുവിട്ട സാക്ഷിമൊഴി ഉൾപ്പെടെയുള്ള സാക്ഷിമൊഴി നൽകിയ ദൃക്സാക്ഷിയായ സെബാസ്റ്റ്യൻ ആയിഷയെ മർദ്ദിക്കുന്നതിന് ദൃക്സാക്ഷിയായ സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവരുടെ മൊഴികൾ നൽകാനായി പോലീസ് ശേഖരിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഉടൻ തന്നെ കുറ്റപത്രം നൽകും എന്നുള്ളതാണ് അവർ വ്യക്തമാക്കിയിരിക്കുന്നത്. എന്തായാലും ഏറ്റവും പ്രധാനമായ ഒരു ഘട്ടത്തിലേക്ക് ഈ കേസ് നീങ്ങുന്നു എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും. ആ ഒരു ഘട്ടത്തിലാണ് ഇത് ഇപ്പോൾ എത്തി നിൽക്കുകയും ചെയ്യുന്നത്. അശ്വതി, ഈ കേസിൽ ഏറ്റവും നിർണായകമായത് റോസമ്മ എന്ന സ്ത്രീയുടെ മൊഴിയായിരുന്നു. ന്യൂസ് 18 പുറത്തു കൊണ്ടുവന്ന സെബാസ്റ്റ്യന്റെ പെൺ സുഹൃത്തായ റോസമ്മയുടെ മൊഴി. അതിനുശേഷം പിന്നീട് റോസമ്മ പറഞ്ഞ കാര്യങ്ങൾ വളരെ നിർണായകമായി ഈ കേസിൽ മാറി എന്നുള്ളതാണ്. അതിൽ വളരെ പ്രധാനപ്പെട്ടതായി മാറിയത് സെബാസ്റ്റ്യനും ആയിഷയും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ചുള്ള റോസമ്മയുടെ തുറന്നു പറച്ചിലായിരുന്നു. അവർ പറഞ്ഞ കാര്യങ്ങളിൽ ഇരുവരും തമ്മിൽ അടുത്ത ബന്ധമുണ്ടായിരുന്നു എന്നുള്ളത് വ്യക്തമായി. പോലീസ് അടക്കം ആ കേസുമായി ബന്ധപ്പെട്ട് പോലീസ് പോലും ഈ കേസിൽ സെബാസ്റ്റ്യന് ബന്ധമുണ്ടോ എന്ന് സ്ഥിരീകരിക്കാൻ കഴിയാത്തൊരു സാഹചര്യം ഉണ്ടായിരുന്നു. അതോടൊപ്പം തന്നെയാണ് സെബാസ്റ്റ്യനുമായി ബന്ധപ്പെട്ട് ആയിഷയുടെ കുടുംബവും സെബാസ്റ്റ്യനിൽ ഇതിൽ നേരിട്ട് പങ്കാളിത്തമില്ല എന്നുള്ളൊരു നിഗമനത്തിൽ അവരും നിന്നിരുന്നു. എന്നാൽ റോസമ്മ ഇത്തരത്തിൽ പല കാര്യങ്ങളും തുറന്നു പറഞ്ഞതോടുകൂടി ഈ കേസ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുകയായിരുന്നു. സ്പെഷ്യൽ ബ്രാഞ്ചും ക്രൈംബ്രാഞ്ചും അടക്കം റോസമ്മയുടെ മൊഴി രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ അതിനുശേഷം പിന്നീട് ഈ കേസിനകത്ത് വളരെ നിർണായകമായ നീക്കങ്ങൾ പലതും ഉണ്ടായി. കേസ് റീഓപ്പൺ ചെയ്തു എന്നുള്ളതായിരുന്നു ഏറ്റവും സന്തോഷകരമായ കാര്യം. അതിൽ തന്നെ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് ഈ പുതുതായി പുറത്തേക്ക് വന്ന ആയിഷയുടെ സുഹൃത്തായ സ്ത്രീയുടെ മൊഴിയാണ്. അവർ നൽകിയ ആ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട നീക്കത്തിലേക്ക്. അതാണ് ശരണ്യ, നമുക്കറിയാം ഈ റോസമ്മയുടെ അന്ന് ശരണ്യ റോസമ്മയുമായി നടത്തിയ സംഭാഷണത്തിൽ അവർ വ്യക്തമായി തന്നെ കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. സെബാസ്റ്റ്യനും ഈ ആയിഷയുമായി ബന്ധമുണ്ടായിരുന്നു, പല സമയത്തും അവിടെ വന്ന് താമസിക്കുന്നതൊക്കെ കണ്ടിട്ടുണ്ട് എന്നൊക്കെ അയൽവാസി കൂടിയായ റോസമ്മ പറഞ്ഞത് വലിയ ഒരു ടേണിംഗ് പോയിന്റ് ആയിരുന്നു ഈ കേസിൽ. ഇപ്പോൾ 5 സ്ത്രീകൾ ഈ സെബാസ്റ്റ്യനെതിരെ മൊഴി കൊടുത്തു എന്ന് പറയുമ്പോൾ അത് എന്തൊക്കെ വിഷയത്തിലായിരിക്കും? പ്രത്യേകിച്ച് സാമ്പത്തികമായ ഇടപാടുകൾ സെബാസ്റ്റ്യൻ പല സ്ത്രീകളുമായി ഉണ്ടായിരുന്നു എന്നതിന് ഒരു ഊന്നൽ നൽകിക്കൊണ്ടുള്ള മൊഴി തന്നെ ആയിരിക്കുമോ നൽകിയിരിക്കുന്നത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെ ഇത് നമുക്ക് പറയാം. കാരണം സാമ്പത്തിക ഇടപാടുകൾ, ഒപ്പം തന്നെ ആയിഷയുമായുള്ള അടുത്ത ബന്ധം, ഇവർ തമ്മിലുള്ള മറ്റു കാര്യങ്ങൾ, അതായത് ആയിഷയുമായി അടുത്ത ബന്ധമുണ്ടായിരുന്നു, അതൊരു മറ്റൊരു ഘട്ടത്തിലേക്ക് നീങ്ങി എന്നതടക്കമുള്ള കാര്യങ്ങൾ ഇപ്പോൾ ഈ 5 സ്ത്രീകൾ ഉൾപ്പെടെയുള്ളവർ മൊഴി നൽകിയിട്ടുണ്ട്. അതിൽ തന്നെ ആയിഷയുടെ അയൽവാസിയായിരുന്ന സ്ത്രീ, ഒപ്പം ആയിഷയുടെ സുഹൃത്തും കൂടിയായിരുന്ന മറ്റൊരു സ്ത്രീ, അയൽവാസിയും സുഹൃത്തുമായിരുന്ന മറ്റൊരു സ്ത്രീ കൂടി ഇപ്പോൾ മൊഴി നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വളരെ ഗൗരവമുള്ള മൊഴി തന്നെയാണ്. അവരെ ഇപ്പോൾ ഉള്ളത് കാഞ്ഞിരപ്പള്ളിയിലാണ്. ഇവിടെ നിന്ന് പിന്നീട് അവർ സ്ഥലം മാറി പോകുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായി. ആ സ്ത്രീ ഉൾപ്പെടെ നൽകിയിട്ടുള്ള മൊഴി ഈ കേസിൽ ഏറ്റവും നിർണായകമായി മാറുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പുറത്തേക്ക് കൊണ്ടുവന്ന ആയിഷയെ സെബാസ്റ്റ്യൻ മർദ്ദിക്കുന്നു എന്ന് കണ്ടെന്ന് ദൃക്സാക്ഷി മൊഴി നൽകിയ സ്ത്രീ നമ്മളോട് സംസാരിച്ചിരുന്നു. അവർ പറഞ്ഞത് പണമിടപാടുമായി ബന്ധപ്പെട്ട 2 ലക്ഷം രൂപയും 1.5 പവൻ സ്വർണത്തിനും വേണ്ടിയാണ് ആയിഷയെ സെബാസ്റ്റ്യൻ കൊലപ്പെടുത്താൻ ശ്രമിച്ചു എന്നുള്ളതാണ് അവർ വ്യക്തമാക്കുന്നത്. ആ പണം സെബാസ്റ്റ്യന്റെ കൈവശം ഉണ്ടായിരുന്നു. അത് വാങ്ങുന്നതിനായി പോയ ആയിഷയാണ് പിന്നീട് ഇല്ലാതായത് എന്ന് അവർ വ്യക്തമാക്കിയിരുന്നു. അതിൽ സമാനമായ കാര്യങ്ങൾ തന്നെയാണ് ഇപ്പോൾ ഇപ്പോൾ പോലീസിന് ലഭ്യമായിട്ടുള്ള, അത് സാധൂകരിക്കുന്ന കൂടുതൽ മൊഴികൾ ലഭിച്ചു എന്നുള്ളതാണ്. 5 പേർ സെബാസ്റ്റ്യനെതിരെ ചേർത്തല പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ 302 അടക്കമുള്ള വകുപ്പുകൾ, നമുക്കറിയാം നിലവിൽ ആ കേസ് നിലനിൽക്കുന്നത് തിരോധാന കേസായാണ്, മിസ്സിംഗ് കേസായാണ്. ആ കേസിൽ നിന്ന് 302 അടക്കമുള്ള വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് ചേർത്തല മജിസ്ട്രേറ്റ് കോടതി 1 ഉടൻ തന്നെ പോലീസ് റിപ്പോർട്ട് നൽകും.
അതിൽ സെബാസ്റ്റിനെ പ്രതി ചേർക്കുകയും ഒപ്പം തന്നെ സെബാസ്റ്റിനെ അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങൾ രേഖപ്പെടുത്തുകയും ചെയ്യും. അശ്വതി, അതാണ് ശരണ്യ. ഇപ്പോൾ ഈ 5 സ്ത്രീകൾ മൊഴി നൽകിയെന്ന് പറയുമ്പോൾ കൂടുതൽ ഈ കേസിൽ വിശദമായ അന്വേഷണത്തിലേക്ക് അന്വേഷണ സംഘത്തിന് കടക്കേണ്ടി വരും. കാരണം പല സ്ത്രീകളും ഇയാളെ ഭയന്നിട്ടായിരിക്കാം പല കാര്യങ്ങളും ഇതുവരെയും പറയാതിരുന്നത്. ഇപ്പോൾ ഇയാൾ പോലീസ് കസ്റ്റഡിയിലാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു പുറത്തു പറയാനുള്ള ധൈര്യമുണ്ടായി കൂടുതൽ ആളുകൾ രംഗത്തേക്ക് വരുമ്പോൾ ഈ അന്വേഷണത്തിന്റെ വ്യാപ്തി കൂടുകയല്ലേ? ഏതൊക്കെ സമയത്താണ്? കാരണം വർഷങ്ങൾക്ക് മുമ്പ് നടന്ന കൊലപാതകമാണ്. പല രീതിയിലുള്ള അന്വേഷണങ്ങൾ നടത്തണം. ഇയാളുടെ ഒരു പ്രത്യേകത ഇത് ആരെയും അറിയിക്കാതെ ഇത്തരത്തിൽ ഒറ്റയ്ക്ക് കൊലപാതകം നടത്തി എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആദ്യം തന്നെ വിശ്വസിക്കാൻ കഴിയാത്ത അവസ്ഥയിലേക്കൊക്കെ കാര്യങ്ങൾ പോയിരുന്നു. ഈ അന്വേഷണത്തിന്റെ വ്യാപ്തി ഇതോടെ വർദ്ധിക്കുകയല്ലേ ശരണ്യ? തീർച്ചയായിട്ടും ആ അന്വേഷണത്തിന്റെ ഒരു വ്യാപ്തി വർദ്ധിക്കുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ മറ്റ് കേസുകളിൽ നിന്ന് വ്യത്യസ്തമായി, അതായത് മറ്റ് പല കേസുകളും റിപ്പോർട്ട് ചെയ്ത ഘട്ടത്തിൽ അല്ലെങ്കിൽ അത് പുറത്തേക്ക് വന്ന ഘട്ടത്തിൽ കാലപ്പഴക്കം ഒരു വലിയ ഗുണമായി സെബാസ്റ്റിന് ചെയ്തിരുന്നു എന്നുള്ളതാണ്. അതിൽ തന്നെ അത്തരത്തിലുള്ള അടക്കമുള്ള കാര്യങ്ങൾ സെബാസ്റ്റിന് ഗുണം ചെയ്തപ്പോൾ പോലും ഈ കൃത്യമായ തെളിവുകളിലേക്ക് പോകാൻ കഴിയാത്തൊരവസ്ഥ ഉണ്ടായിരുന്നു. അതിൽ സാക്ഷിമൊഴികളോ ദൃക്സാക്ഷിമൊഴികളോ അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നുള്ളതാണ് വ്യക്തമാക്കിയത്. എന്നാൽ അവിടെ നിന്നും ഈ കേസ് ഐഷ കേസ് മറ്റൊരു തലത്തിലേക്ക് നീങ്ങുന്നു എന്നുള്ളതാണ്. അതായത് അവർക്ക് കുറച്ചുകൂടി ഒരു സാധ്യതയുള്ള രീതിയിലേക്ക് ഈ കേസ് എത്തിയിരിക്കുന്നു. കാരണം റോസമ്മ ഇത്തരത്തിൽ റോസമ്മയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുള്ള കാര്യങ്ങളിൽ നിന്ന് തുടങ്ങിയ അന്വേഷണം, റോസമ്മ പറഞ്ഞ വഴികളിലൂടെ തുടങ്ങിയ അന്വേഷണം അവരുടെ സഹോദരന്മാർ ഉൾപ്പെടെയുള്ള പലരെയും അയൽവാസികൾ ഉൾപ്പെടെയുള്ള പലരും അക്കാര്യം സ്ഥിരീകരിച്ചിരുന്നു. അതായത് സെബാസ്റ്റിനും ഐഷയും തമ്മിൽ അടുത്ത ബന്ധം ഉണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിരുന്നു. അതിന് പിന്നാലെ റോസമ്മ പറഞ്ഞ പല കാര്യങ്ങളിലും വൈരുദ്ധ്യങ്ങൾ ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവുകയും അത് പോലീസ് റോസമ്മയെ ചോദ്യം ചെയ്യുകയും ചെയ്തു. അതായത് സെബാസ്റ്റിനുമായി അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു, ഐഷയുമായും അടുത്ത ബന്ധമുണ്ടെന്ന് പറയുന്നു. പക്ഷെ ഇടയ്ക്ക് ഇവർക്കിടയിൽ മറ്റു ചില തർക്കങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ ഐഷയെ സെബാസ്റ്റിന് പരിചയപ്പെടുത്തി കൊടുക്കുന്ന റോസമ്മയാണ്. റോസമ്മ അത്തരത്തിൽ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞിട്ട് പിന്നീട് ഐഷയും സെബാസ്റ്റിനും തമ്മിൽ അടുപ്പമാകുന്നു. അത് റോസമ്മയെ വലിയ തോതിൽ അസ്വസ്ഥതപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. ശരി ശരണി, എന്തായാലും വളരെ നിർണായകമായ അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങുകയാണ്. അന്വേഷണ റിപ്പോർട്ട് ഉടൻ സമർപ്പിക്കും കോടതിയിൽ എന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. ശരണ്യ സ്നേഹിതനാണ് വിവരങ്ങൾ നൽകിയ. ആ വാർത്തയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം 5 സ്ത്രീകൾ ഈ സെബാസ്റ്റിനെതിരെ മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയിലേക്ക് പോകുമ്പോൾ ശബരിമല സ്വർണ്ണ മോഷണത്തിൽ നിർണായക മൊഴി ദേവസ്വം വിജിലൻസിന് ലഭിച്ചിരിക്കുന്നു. സ്വർണം പൊതിഞ്ഞവയായിരുന്നില്ല, പുതിയ ചെമ്പ് പാളിയായിരുന്നു ചെന്നൈയിൽ സ്വർണം പൂശാൻ എത്തിച്ചത് എന്നാണ് മൊഴി. ചെമ്പിന് കാലപ്പഴക്കം ഉണ്ടായിരുന്നില്ലെന്നും സ്മാർട്ട് ക്രിയേഷൻ സിഇഒ പങ്കജ് ഭണ്ഡാരി മൊഴി നൽകിയിരിക്കുന്നു. ചെന്നൈയിലെത്തും മുൻപ് ദ്വാരപാലക ശില്പപാളികൾ വിറ്റിരിക്കാം എന്നാണ് ദേവസ്വം വിജിലൻസിന്റെ കണ്ടെത്തൽ. ദേവസ്വം വിജിലൻസ് അന്തിമ റിപ്പോർട്ട് ഇന്ന് ഹൈക്കോടതിയിൽ നൽകും. കോടതി നിയോഗിച്ച പ്രത്യേക അന്വേഷണ സംഘം ഇന്ന് FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം തുടങ്ങും. ശബരിമലയിലെ വിലപിടിപ്പുള്ള വസ്തുക്കളുടെ കണക്കെടുക്കാനായി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് KT ശങ്കരൻ നാളെ സന്നിധാനത്തെത്തും. VV അരുണാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. അരുൺ, ഇന്ന് ഈ പ്രത്യേക അന്വേഷണ സംഘം FIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ആരംഭിക്കുമെന്ന് പറയുമ്പോൾ അത് ഔദ്യോഗികമായൊരു അന്വേഷണത്തിലേക്ക് കടക്കുന്നു എന്നതിനപ്പുറത്തേക്ക് സ്വർണം മോഷണം പോയിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമായിരിക്കുന്നു. ഒപ്പം ഈ ഏറ്റവും പ്രധാനപ്പെട്ട മൊഴി ഇപ്പോൾ പുറത്തു വരുന്നത് ചെമ്പ് പാളികളാണ് കൊണ്ടുപോയിരുന്നത്, അതും പുതിയ ചെമ്പ് പാളികളാണ് കൊണ്ടുപോയിരുന്നത് എന്നുള്ളത് വളരെ നിർണായകമായ മൊഴിയല്ലേ? തീർച്ചയായിട്ടും സ്വർണം വലിയ സ്വർണം പൂശിയ പാളികൾ ദേവസ്വം രേഖകളിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് 2019 കൊടുത്തുവിടുമ്പോൾ ചെമ്പ് പാളികളായിരുന്നു. ചെമ്പ് സ്വർണം പൂശാൻ കൊണ്ടുപോയി എന്നുള്ളതായിരുന്നു. അതുതന്നെയാണ് ഇതിൽ ഏറ്റവും വലിയ അട്ടിമറിയും മോഷണം നടന്നിട്ടുണ്ട് എന്നതിന് തെളിവായി മാറിയത്. ഇപ്പോൾ ഇന്നലെയാണ് മണിക്കൂറുകളോളം സ്മാർട്ട് ക്രിയേഷൻസിന്റെ CEO ഭണ്ഡാരിയെ ദേവസ്വം വിജിലൻസ് ചോദ്യം ചെയ്തത്. അതിൽ നിന്നാണ് ചെന്നൈയിൽ 2019 എത്തിച്ചത് സ്വർണം പൂശിയവയായിരുന്നില്ല, ചെമ്പുപാളികളായിരുന്നു, അതും പുതിയ ചെമ്പുപാളികളായിരുന്നു എന്ന മൊഴിയാണ് ഇയാൾ വിജിലൻസ് അറിയിക്കുന്നത്. അങ്ങനെയെങ്കിൽ ശബരിമലയിൽ നേരത്തെ വിജയമല്യ സ്വർണം പൂശി നൽകിയ പാളികൾ, അത് സ്വർണമാണെങ്കിലും ചെമ്പാണെങ്കിലും ഈ അവിടെ നിന്ന് കൊണ്ടുപോയി ചെന്നൈയിൽ എത്തിച്ചത് പുതിയ പാളികളാണ്. അതായത് ശബരിമല നേരത്തെ സ്ഥാപിച്ചിരുന്ന പാളികൾ എവിടെ പോയി എന്ന ചോദ്യമാണ് ഉയരുന്നത്. അത് ചെന്നൈയിൽ എത്തും മുമ്പ് തന്നെ
ഇയാൾ വിറ്റിരുന്നു എന്ന് വ്യക്തമാവുകയാണ്. ഉണ്ണികൃഷ്ണൻ പോറ്റി ആർക്കോ അത് മറിച്ചു വിറ്റു എന്ന കാര്യമാണ് ഇപ്പോൾ വ്യക്തമാകുന്നത്. ഇതുൾപ്പെടെയുള്ള അതീവ ഗുരുതരമായ കണ്ടെത്തലുകളുടെ റിപ്പോർട്ടാകും ദേവസ്വം വിജിലൻസ് ഇന്ന് ഹൈക്കോടതിയിൽ നൽകുക. ആ റിപ്പോർട്ട് നൽകിയ ശേഷം കോടതി കൂടുതൽ ഇടപെടലുകൾ നടത്തും. അതിനു പിന്നാലെ ഈ പുതിയ അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം മറ്റൊരു തലത്തിലേക്ക് കടക്കും. എഫ്ഐആർ ഇട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റി അടക്കമുള്ളവർക്കെതിരെ എഫ്ഐആർ ഇട്ടാകും അന്വേഷണം ആരംഭിക്കുക എന്നാണ് നമുക്ക് ലഭിക്കുന്ന സൂചന. ഈ കോടതിയിൽ റിപ്പോർട്ട് ഇന്ന് സമർപ്പിക്കുകയും ആ റിപ്പോർട്ടിന് തുടർച്ചയിൽ കോടതിയുടെ നിലപാടുകൾ കൂടി അറിഞ്ഞ ശേഷം അതിവേഗം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാനാണ് വിജിലൻസിന്റെ തീരുമാനം. ശബരിമലയിൽ 2019 വരെ ഉണ്ടായിരുന്ന ദ്വാരപാലക ശില്പങ്ങളിലെ സ്വർണ്ണ പാളിയോ പിന്നെ സ്വർണ്ണപ്പാളി വിജയമല്യ ചെറിയ പാളി, എന്നാൽ ദേവസ്വം രേഖകളിൽ പിന്നീട് അത് ചെമ്പ് പാളിയാകുന്നു. അത് വിറ്റിരുന്നു എന്ന അതീവ ഗുരുതരമായ മൊഴിയാണ്, അല്ലെങ്കിൽ അത് അവിടെ എത്തിയില്ല എന്ന അതീവ ഗുരുതരമായ മൊഴിയാണ് ഇപ്പോൾ പങ്കജ് ഭണ്ഡാരി നൽകിയിരിക്കുന്നത്. ഇന്ന് ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ നടപടികളിലേക്ക് എഫ്ഐആർ മുമ്പ് തന്നെ കൂടുതൽ നടപടികളിലേക്കും അന്വേഷണ സംഘം കടക്കും. ശബരിമലയിലെ ഈ ഭണ്ഡാരത്തിലുള്ള കാര്യങ്ങളടക്കം കണക്കെടുപ്പിന് വേണ്ടി ഹൈക്കോടതി നിയോഗിച്ച ജസ്റ്റിസ് കെ ടി ശങ്കരൻ നാളെ സന്നിധാനത്തെത്തുന്നുണ്ട്. ഈ അന്വേഷണ സംഘവും സന്നിധാനത്തും ഇതുമായി ബന്ധപ്പെട്ട മറ്റു സ്ഥലങ്ങളിലും നിർണായക പരിശോധനകൾക്കും തയ്യാറെടുക്കുകയാണ്. അരുൺ, അതാണ് ഈ വിഷയത്തിൽ ആദ്യം മുതലേ പൊതുജനങ്ങളടക്കം ചോദിക്കുന്ന ഒരു വലിയ വിഷയം. ശബരിമലയിൽ ഉള്ള സ്ട്രോങ് റൂമിൽ അടക്കമുള്ള സാധനങ്ങളുടെ കണക്കുകൾ അവിടെ ഇല്ല, രജിസ്റ്റർ ചെയ്യുന്നില്ല, രജിസ്റ്റർ ചെയ്യപ്പെടുന്നില്ല എന്നുള്ള, എങ്ങനെയാണ് പിന്നെ ഇതെങ്ങനെയാണ് ഇവിടെ നിന്ന് കൊണ്ടുപോകുന്നതെന്നൊക്കെയുള്ള ചോദ്യങ്ങൾ പൊതുജനങ്ങൾക്കിടയിലുണ്ട്. അതിനൊക്കെയുള്ള ഒരു ഉത്തരമായി നാളത്തെ ആ പരിശോധന, അത് സ്ട്രോങ് റൂം തുറന്നടക്കം പരിശോധന ഉണ്ടാകുമോ, കണക്കെടുപ്പ് ഉണ്ടാകുമോ? സ്ട്രോങ് റൂം തുറന്ന പരിശോധന ഉണ്ടാകും. പക്ഷേ അതെല്ലാം അതീവ രഹസ്യമായി സൂക്ഷിക്കണമെന്ന നിർദ്ദേശം ഹൈക്കോടതി നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ കണക്കുകളൊന്നും ആ ഘട്ടത്തിൽ പുറത്തു വരാൻ സാധ്യതയില്ല. പക്ഷേ പലതും മഹസർ രേഖപ്പെടുത്താതെയും രജിസ്റ്റർ രേഖപ്പെടുത്താതെയും സൂക്ഷിക്കുന്നു എന്നൊരു വിവരം നേരത്തെ പുറത്തു വന്നതാണ്. അതുകൊണ്ടാണ് ഹൈക്കോടതി അന്വേഷണം പ്രഖ്യാപിച്ചതും. ശബരിമലയിലെ സ്വത്തുവകകൾ, വിലപിടിപ്പുള്ള ഉരുപ്പിടികളുടെ ഒന്നും കൃത്യമായ കണക്ക് സൂക്ഷിക്കുന്നില്ല എന്നാണ് കോടതി കണ്ടെത്തിയത്. അതുകൊണ്ടാണ് അവിടെ കൂടി അന്വേഷണം നടത്തുന്നത്. ഈ പുറത്തു കൊണ്ടുപോയത് എന്തൊക്കെയെന്ന കാര്യം, എന്തൊക്കെ വിറ്റിട്ടുണ്ടെന്ന കാര്യമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് പ്രധാനമായും ഇനി അറിയേണ്ടത്. ഇയാളുടെ പേരിൽ എഫ്ഐആർ ചാർജ് ചെയ്ത് അന്വേഷണം തുടങ്ങിയാൽ പിന്നീട് അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കാനാണ് സാധ്യതയുള്ളത്. ഏതായാലും എഫ്ഐആർ വളരെ പ്രധാനപ്പെട്ടതാണ്. ഇന്ന് ഹൈക്കോടതിയിൽ ദേവസ്വം വിജിലൻസ് കൊടുക്കുന്ന റിപ്പോർട്ടും അതിനിർണായകമാണ്. റിപ്പോർട്ടിൽ ഇപ്പോൾ തന്നെ ലഭിക്കുന്ന വിവരമനുസരിച്ച് അതീവ ഗുരുതരമായ കണ്ടെത്തലുകളുണ്ട്. സ്വർണം മോഷണം പോയി എന്ന് തന്നെ വ്യക്തമാകുന്ന തരത്തിലുള്ള കണ്ടെത്തലുകൾ ഈ റിപ്പോർട്ടിലുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റി അത് കടത്തിക്കൊണ്ടുപോയി എന്ന കാര്യം വ്യക്തമാണ്. അതിന് ഉദ്യോഗസ്ഥ സഹായം ലഭിച്ചിട്ടുണ്ടെന്ന് വ്യക്തമാണ്. ആ ഉദ്യോഗസ്ഥർ ആരൊക്കെയെന്നാണ് ഇനി അറിയേണ്ടത്. ദേവസ്വം വിജിലൻസിന് വളരെ കൃത്യമായ വിവരം അതുമായി ബന്ധപ്പെട്ട് ലഭിച്ചിട്ടുണ്ട്. ഉദ്യോഗസ്ഥ അപ്പുറത്തേക്ക് ദേവസ്വം ബോർഡിന്റെ ഭരണസമിതി അംഗങ്ങൾക്ക് ആർക്കെങ്കിലും ഇതിൽ പങ്കുണ്ടോ എന്ന കാര്യമാണ് ഇനി അതിൽ പുതുതായി പുറത്തു വരേണ്ട വിവരം. ഏതായാലും കൂടുതൽ ഉദ്യോഗസ്ഥരെ വൈകാതെ പ്രതികർക്കും. അവരെ ചോദ്യം ചെയ്യാനും വിളിക്കാൻ ആലോചനയുണ്ട്. കൂടുതൽ ആ കാലഘട്ടങ്ങളിൽ ദേവസ്വം ബോർഡിന്റെ പ്രധാനപ്പെട്ട ചുമതലയുണ്ട ഉദ്യോഗസ്ഥരെ ചോദ്യം ചെയ്യാൻ വിളിക്കും. അവർക്കെതിരെ കൂടി അന്വേഷണം വ്യാപിപ്പിക്കും. ഈ സ്വർണ്ണ മോഷണത്തിൽ ദേവസ്വം വിജിലൻസ് റിപ്പോർട്ട് വരുന്നതോടുകൂടി ദേവസ്വം ബോർഡ് പോലീസിന് ഒരു സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകാനും ഒരുങ്ങുന്നുണ്ടെന്നാണ് അറിയാൻ കഴിയുന്നത്. അതായത് ഇത്തരം സംഭവങ്ങൾ, ഇത്തരം വിലവെടുപ്പുള്ള കാര്യങ്ങൾ ഉണ്ണികൃഷ്ണൻ പോറ്റി കടത്തിക്കൊണ്ടുപോയി ഇയാൾക്ക് ഒരു അന്വേഷണം വേണമെന്ന് ആവശ്യപ്പെട്ട് ദേവസ്വം ബോർഡ് തന്നെ ഒരുപക്ഷെ സംസ്ഥാന പോലീസ് മേധാവിക്ക് പരാതി നൽകിയിരിക്കും. ശരി അരുൺ, എന്തായാലും ഈ വിജിലൻസ് റിപ്പോർട്ട്, ദേവസ്വം വിജിലൻസിന്റെ ഈ റിപ്പോർട്ട് അനുസരിച്ചായിരിക്കും SITയുടെ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന്റെ തുടർന്നുള്ള അന്വേഷണം നടക്കുക. VV അരുണാണ് വിശദമായ വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തയിലേക്ക്. ഭൂട്ടാൻ കാർ കള്ളക്കടത്തിൽ സമഗ്ര അന്വേഷണം തുടർന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. പിടിച്ചെടുത്ത രേഖകളുടെ ഫോറൻസിക് പരിശോധനയിലേക്ക് അന്വേഷണ സംഘം കടന്നു. ഇടനിലക്കാരെന്ന് ED കണ്ടെത്തിയ കോയമ്പത്തൂരിലെ ഷൈൻ മോട്ടോഴ്സിനെ കേന്ദ്രീകരിച്ച് അന്വേഷണം തുടരുകയാണ്. നവമി ദിനേശാണ് വിവരങ്ങളുമായി ചേരുന്നത്. നവമി, ഗുഡ് മോർണിംഗ്. ഈ ഭൂട്ടാൻ വാഹന കടത്തുമായി ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. ഏത് ഘട്ടത്തിലാണ് ഇപ്പോൾ അന്വേഷണമുള്ളത്? അശ്വതി, വെരി ഗുഡ് മോർണിംഗ്. ഇന്നലെ തന്നെ ED പുറത്തിറക്കിയ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ഈ കോയമ്പത്തൂർ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന സംഘത്തിലെ പ്രധാനപ്പെട്ട 2 പേരെ പിടികൂടിയിട്ടുണ്ട്. ഇവരുടെ ചോദ്യം ചെയ്യൽ പൂർത്തിയായതിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ അന്വേഷണ സംഘത്തിന് വ്യക്തമാക്കുകയും ചെയ്തിരുന്നു. ഷൈൻ മോട്ടോഴ്സ് ഉടമകളായിട്ടുള്ള സാദിഖ് ബാഷ, ഇമ്രാൻഖാൻ എന്നിവരുടെ വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലുകൾ അവസാനിപ്പിച്ചപ്പോൾ ഇവരിൽ നിന്നും നിർണായകമായിട്ടുള്ള ചില വിവരങ്ങൾ കിട്ടി. അതായത് ഇവർ NOC ഇല്ലാതെ വാഹനങ്ങൾ കൈമാറിയതും ഇവർ
ഭൂട്ടാനിലെ ഒരു പട്ടാളക്കാർ വഴി, ഒരു ഇടനിലക്കാരൻ വഴി വാഹനങ്ങൾ ഇന്ത്യയിലേക്ക് എത്തിച്ചതുമായിട്ടുള്ള വിവരങ്ങളാണ്, നിർണായകമായിട്ടുള്ള വിവരങ്ങളാണ് ഇഡിക്ക് ലഭിച്ചത്. ഇതിന്റെ ഈ ഒരു അടിസ്ഥാനത്തിൽ തുടരന്വേഷണത്തിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനിയിപ്പോൾ എന്തായാലും നടൻ ദുൽഖർ സൽമാൻ, പൃഥ്വിരാജ്, അമിത് ചക്കാലക്കരെ ഒക്കെ വരും ദിവസങ്ങളിൽ ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്ന് ഏകദേശം ഉറപ്പായിരിക്കുകയാണ്. ഇവർക്ക് ലഭിച്ചിരിക്കുന്ന വാഹനങ്ങൾ, അതായത് ഇഡി പിടിച്ചെടുത്ത വാഹനങ്ങളും സമാനമായ രീതിയിൽ ഭൂട്ടാനിൽ നിന്നും എത്തിച്ചതാണെന്ന് ഇഡി ഏറെക്കുറെ ഉറപ്പിച്ച മട്ടാണ്. അതിൽ ഫെമ ചട്ടലംഘനം ഉൾപ്പെടെ അല്ലാതെ PMLA വകുപ്പുകൾ കൂടി ചുമത്താനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. എന്നാൽ കള്ളപ്പണ ഇടപാടുമായി ബന്ധപ്പെട്ട വകുപ്പുകൾ കൂടി ചുമത്തുമെന്ന് ഉറപ്പായിട്ടുണ്ട്. ഇതിൽ കള്ളപ്പണ ഇടപാട് നടന്നിട്ടുണ്ട് എന്ന് തന്നെയാണ് ഇഡിയുടെ കണ്ടെത്തൽ. ഇത് കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന് ഒരു സൂചന കൂടി അന്വേഷണ സംഘത്തിന് ലഭിക്കുകയും ചെയ്തു. അങ്ങനെയാണെങ്കിൽ ECIR രജിസ്റ്റർ ചെയ്ത് അന്വേഷണം ഊർജിതമാക്കാനായിരിക്കും അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. ഇവരുടെ പക്കൽ നിന്നും ലഭിച്ച ചില ഡിജിറ്റൽ തെളിവുകൾ, ഇതിന്റെയൊക്കെ ഒരു ഫോറൻസിക് പരിശോധന, ഒരു ആധികാരികത കൂടി തെളിയിക്കേണ്ടതുണ്ട്. ആ പരിശോധനാ ഫലം കൂടി ലഭിച്ചതിന് ശേഷം തുടർ നീക്കങ്ങളിലേക്ക് കടക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. ഒപ്പം ഒരു കാര്യം കൂടി ഇഡി വൃത്തങ്ങളിൽ നിന്നും അറിയാൻ സാധിക്കുന്നത്, ഇതിൽ കൂടുതൽ അറസ്റ്റുകൾ ഉണ്ടാകും. ഇതിൽ ഈ കള്ളപ്പണം വെളുപ്പിക്കൽ നടന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ ഇവരുടെ സ്വത്തുക്കൾ കണ്ടുകെട്ടുന്നത് അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുമെന്നാണ് അറിയാൻ സാധിക്കുന്നത്. എന്തായാലും ദുൽഖർ സൽമാനെയും പൃഥ്വിരാജിനെയും അമിത് ചക്കാലക്കലെയും ഒക്കെ നോട്ടീസ് അയച്ച് ചോദ്യം ചെയ്യാൻ വിളിപ്പിക്കുമെന്നാണ് ഇഡി വൃത്തങ്ങൾ അറിയിക്കുന്നത്. അതാണ് കേസിന്റെ നവമി, കേസിന്റെ ഒരു പ്രാധാന്യവും അവിടെയാണ്. ഈ താരങ്ങൾ ഇതിലേക്ക് ഉൾപ്പെടുന്നു എന്നുള്ളിടത്താണ്. നമ്മൾ കണ്ടതാണ് ഇഡിയുടെ പരിശോധന മമ്മൂട്ടിയുടെ വീട്ടിലൊക്കെ നടക്കുന്ന സമയത്തും ദുൽഖറിനെ അപ്പോൾ തന്നെ വിളിച്ചു വരുത്തുന്നു, ആ സമയത്ത് തന്നെ ഇങ്ങോട്ടേക്ക് എത്തേണ്ടി വരുന്നു. ഇതിന്റെ ഒരു ഗൗരവം, ഈ കേസിന്റെ ഒരു ഗൗരവം അത് അവർ മനസ്സിലാക്കുന്നുണ്ട് എന്നുള്ളതാണ്. ഏത് രീതിയിൽ പ്രതിരോധിക്കാനാണ് അല്ലെങ്കിൽ അന്വേഷണവുമായി സഹകരിക്കാനാണ് ഈ താരങ്ങളുടെ തീരുമാനം? ഈ താരങ്ങളിൽ നിന്ന് നമുക്ക് കൃത്യമായിട്ടുള്ള വിവരങ്ങൾ ലഭിക്കുന്നില്ല. ആകെ ഈ വിഷയത്തിൽ പ്രതികരിച്ചിരുന്നത് അമിത് ചക്കാലക്കൽ മാത്രമാണ്. അത് കസ്റ്റംസിന്റെ പരിശോധനയുമായി കസ്റ്റംസിന്റെ പരിശോധനയുമായി ബന്ധപ്പെട്ട് മാത്രമായിരുന്നു അമിത് ചക്കാലക്കൽ അന്ന് മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. അദ്ദേഹം ആവർത്തിച്ച് പറയുന്നത് ഇത് തന്റെ വാഹനം തന്നെയാണ്, താൻ ഇത് വാങ്ങിയെടുത്തതുമായി ബന്ധപ്പെട്ട കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, ഇതിൽ ഒരു തരത്തിലുള്ള കള്ളപ്പണ ഇടപാടില്ല, താൻ കൃത്യമായിട്ടുള്ള രേഖകളുണ്ട്, ഈ ബാങ്ക് വഴി തന്നെയാണ് പണം കൈമാറിയത്, ഇതിന്റെ രേഖകളെല്ലാം ഉണ്ടെന്നാണ് അമിത് ചക്കാലക്കൽ പറയുന്നത്. പക്ഷേ ഇഡി അന്വേഷണത്തിലേക്ക് വന്നപ്പോൾ അമിത് ചക്കാലക്കലിന്റെ പ്രതികരണം ഇപ്പോഴും ലഭ്യമായിട്ടില്ല. ദുൽഖർ സൽമാനും അന്ന് മാധ്യമങ്ങൾ പ്രതികരിക്കാൻ ചോദ്യങ്ങൾ ചോദിച്ചിരുന്നെങ്കിൽ പോലും അദ്ദേഹം പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ ഈ കേസിനെ ഏത് രീതിയിലേക്കാണോ നേരിടേണ്ടത് ആ രീതിയിലേക്കെല്ലാം തന്നെ തയ്യാറെടുത്തു കഴിഞ്ഞു. അഭിഭാഷകർ മുഖേന കസ്റ്റംസിന് മറുപടി നൽകുന്ന സാഹചര്യമൊക്കെ ദുൽഖർ സൽമാന്റെ ഭാഗത്ത് നിന്നും ഇതിനോടകം നടന്നു. ഹൈക്കോടതിയെ നേരിട്ട് ദുൽഖർ സൽമാൻ സമീപിച്ചതും കസ്റ്റംസിനെ സംബന്ധിച്ച് വലിയ ഒരു മറ്റൊരു രീതിയിലേക്ക് തങ്ങളെ സഹകരിക്കാതെ, അല്ലെങ്കിൽ തങ്ങളുടെ അന്വേഷണത്തിൽ സഹകരിക്കാതെ ഹൈക്കോടതിയെ നേരെ സമീപിച്ചത് വലിയ നിരാശയായി തന്നെയാണ് കസ്റ്റംസ് കാണുന്നത്. അതുകൊണ്ട് തന്നെ ദുൽഖർ സൽമാനെ നിന്നും കൂടുതൽ വിവരങ്ങൾ തേടുക എന്നൊരു ഉദ്ദേശം തന്നെയാണ് കസ്റ്റംസിന്റെ ഭാഗത്ത് നിന്നും നടന്നുകൊണ്ടിരിക്കുന്നത്. ഇഡി കൂടി ഈ കേസിൽ ഉൾപ്പെടുമ്പോൾ ദുൽഖർ സൽമാനെ സംബന്ധിച്ച്, അല്ലെങ്കിൽ പൃഥ്വിരാജും അമിത് ചക്കാലക്കലും ഈ വിഷയത്തിൽ അവരുടെ പക്കലുള്ള തെളിവുകൾ, എങ്ങനെയാണ് ഇവർ പണം കൈമാറിയത്, ബാങ്ക് മുഖേനയാണെങ്കിൽ അതിന്റെ തെളിവുകൾ, ഇതെല്ലാം തന്നെ കൃത്യമായി ഹാജരാക്കേണ്ടിയിരിക്കുന്നു. അല്ല എന്നുണ്ടെങ്കിൽ ഇഡി കടുത്ത നടപടികളിലേക്ക് പോകുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ശരി നവമി, മറ്റൊരു വാർത്ത എറണാകുളത്ത് നിന്ന് വരുന്നത്. എറണാകുളം കുണ്ടന്നൂരിൽ തോക്ക് ചൂണ്ടിയുള്ള കവർച്ചയുടെ മുഖ്യ ആസൂത്രകൻ അഭിഭാഷകനാണ് എന്നുള്ളതാണ്. അഭിഭാഷകനായ നിഖിൽ നരേന്ദ്രനാഥ് ഉൾപ്പെടെ 7 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. സംഘത്തിൽ മുഖംമൂടി ധരിച്ചെത്തിയ 3 പേരെ കൂടി പിടികൂടാനുണ്ട്. നവമി, ഈ വിഷയത്തിൽ ഏത് അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിൽ ഈ തോക്ക് ചൂണ്ടിയുള്ള കവർച്ച എന്നാണ്? നോട്ടിരട്ടിപ്പിക്കൽ അടക്കമുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഇതിന് പിന്നിൽ എന്ന രീതിയിൽ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നല്ലോ. എന്തായാലും ഒരു അഭിഭാഷകൻ ഇതിൽ പിടിയിലായിരിക്കുന്നു എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട കാര്യമല്ലേ? അശ്വതി, കഴിഞ്ഞ ദിവസമാണ് കുണ്ടന്നൂരിൽ പട്ടാപ്പകൽ സ്റ്റീൽ കമ്പനി ഉടമയായിട്ടുള്ള സുബിന്റെ പക്കൽ നിന്നും 80 ലക്ഷം രൂപ മുഖംമൂടി ധരിച്ചെത്തിയ 3 അംഗ സംഘം തോക്കു ചൂണ്ടി ഭീഷണിപ്പെടുത്തി ഭീകര അന്തരീക്ഷം സൃഷ്ടിച്ച് തട്ടിയെടുത്തുകൊണ്ടുപോയത്. ഈ സമയത്ത് സുബിന്റെ ഒപ്പമുണ്ടായിരുന്ന സജി, ജോജി, ജിജോ, വിഷ്ണു എന്നീ 3 പേരെ അന്വേഷണ സംഘം ആ സമയത്ത് തന്നെ പിടികൂടിയിരുന്നു. ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നുമാണ് ഇതിന് പിന്നിൽ വലിയൊരു സംഘം തന്നെ പ്രവർത്തിക്കുന്നു എന്ന വിവരം അന്വേഷണ സംഘത്തിന് മനസ്സിലായി.
മനസ്സിലായത്. ഈ സുബിനുമായി സജി വളരെ കുറച്ച് നാളത്തെ ബന്ധമേ ഉള്ളൂ, 15 ദിവസത്തെ ബന്ധമേ ഉള്ളൂ. 80 ലക്ഷം രൂപ നൽകിയാൽ ഒരു ട്രേഡിംഗ് ആപ്പിലിട്ട് അത് ഇരട്ടിയാക്കി തരാം പണം എന്ന് വാഗ്ദാനം ചെയ്തുകൊണ്ടാണ് ഈ പണം ഇയാളിൽ നിന്ന് വാങ്ങാൻ എത്തിയത്. ആ സമയത്ത് തന്നെയാണ് ഈ മുഖംമൂടി സംഘം അവിടെ എത്തുകയും പണം തട്ടി മടങ്ങുകയും ചെയ്തത്. വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിൽ നിന്നുമാണ് അന്വേഷണ സംഘം ഈ നിർണായക വിവരങ്ങളിലേക്ക് എത്തിയത്. ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന് പറയുന്നത് എറണാകുളത്തെ ഒരു അഭിഭാഷകനാണ്, നിഖിൽ നരേന്ദ്രൻ. ഇയാളെ എന്തായാലും അന്വേഷണ സംഘം പിടികൂടിയിട്ടുണ്ട്. ഇയാൾ ഉൾപ്പെടെ 7 പേരുടെ അറസ്റ്റാണ് ഇപ്പോൾ രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇനിയും മുഖംമൂടി ധരിച്ചെത്തിയ സംഘത്തെ കുറിച്ചുള്ള വിവരങ്ങൾ അത് അന്വേഷണ പരിധിയിലാണ്, അവരെ പിടികൂടിയിട്ടില്ല. പകരം അവർ ഉപേക്ഷിച്ച കാർ, റിറ്റ്സ് കാർ തൃശ്ശൂരിൽ നിന്നും ഇന്നലെ അന്വേഷണ സംഘം പിടിച്ചെടുത്ത് മരട് സ്റ്റേഷനിലേക്ക് എത്തിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇയാളുടെ ഒരു സുഹൃത്ത്, പ്രതികളിൽ ഒരാളുടെ സുഹൃത്ത്, വലപ്പാട് സ്വദേശിയായിട്ടുള്ള ഒരു സുഹൃത്തിൽ നിന്നും 20 ലക്ഷം രൂപയും അന്വേഷണ സംഘത്തിന് കിട്ടുകയും ചെയ്തു. അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത് ഈ പ്രതികളിൽ ഒരാൾ 20 ലക്ഷം രൂപ തന്റെ സുഹൃത്തിന് കൈമാറിയതിനു ശേഷം കാറിൽ സൂക്ഷിക്കാൻ പറയുന്നു. പക്ഷേ മാധ്യമങ്ങളിൽ വാർത്ത വന്നതിനെ തുടർന്ന് സംശയം തോന്നിയ സുഹൃത്ത് പോലീസിനെ ഇക്കാര്യം വിളിച്ചറിയിക്കുകയും പോലീസിന് പിന്നീട് 20 ലക്ഷം രൂപ കൈമാറുകയും ചെയ്യുകയായിരുന്നു. എന്തായാലും ഇനി അന്വേഷണ സംഘത്തിന് കണ്ടെത്തേണ്ടത് ഈ മുഖംമൂടി ധരിച്ച 3 പേരെയാണ്. അവരെ കൂടി പിടികൂടിയാൽ മാത്രമേ ഈ കേസുമായി ബന്ധപ്പെട്ട് കൂടുതൽ കാര്യങ്ങൾ ചുരുളഴിയുകയുള്ളൂ. എന്തായാലും അഭിഭാഷകനാണ് ഇതിന്റെ മുഖ്യ സൂത്രധാരൻ എന്ന് വ്യക്തമായി കഴിഞ്ഞു. ഇനി ഇയാൾ സമാനമായ രീതിയിൽ മറ്റേതെങ്കിലും തരത്തിലുള്ള കൊള്ള നടത്തിയിട്ടുണ്ടോ എന്നാണ് ഇനി കണ്ടെത്തേണ്ടത്. എന്തായാലും ഇന്നലെ പിടികൂടിയ പ്രതികളെ ഇന്നലെ രാത്രിയോടുകൂടി തന്നെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമായിരിക്കും കൂടുതൽ നടപടികളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയുള്ളൂ. നവമി ദിനേശാണ് കൊച്ചിയിൽ നിന്ന് വിശദവിവരങ്ങൾ നൽകിയത്. പാലക്കാട് വാണിയംകുളത്ത് ഡിവൈഎഫ്ഐ മുൻ മേഖലാ ഭാരവാഹി വിനേഷിനെ ഡിവൈഎഫ്ഐ നേതാക്കൾ ആക്രമിച്ചത് ആസൂത്രണത്തോടെയെന്ന് പോലീസ്. കൊലപ്പെടുത്തണമെന്ന ഉദ്ദേശത്തോടെയാണ് ആക്രമണം നടത്തിയത്. ഡിവൈഎഫ്ഐ ഷൊർണൂർ ബ്ലോക്ക് സെക്രട്ടറി രാകേഷിനെ വിമർശിച്ച് ഫേസ്ബുക്കിൽ വിനേഷ് കമന്റ് ഇട്ടതിന്റെ വൈരാഗ്യമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. വിനേഷ് അതീവ ഗുരുതരാവസ്ഥയിൽ തുടരുകയാണ്. തലച്ചോറിൽ തീവ്രമായ രക്തസ്രാവം ഉണ്ടായിരുന്നുവെന്നും അടുത്ത 48 മണിക്കൂർ നിർണായകമെന്നും ഡോക്ടർമാർ പ്രതികരിച്ചു. ഇവിടെ ന്യൂറോ സർജറി ICUവിൽ വിനീഷ് എന്ന് പറഞ്ഞ വ്യക്തി 38-year-old മെയിൽ പേഷ്യൻ്റാണ്, അഡ്മിറ്റ് ആയിട്ടുണ്ട്. നമ്മൾ വരുമ്പോൾ ആള് ഗുരുതരമായിട്ടുള്ള പരുക്കുണ്ടായിരുന്നു. CT സ്കാൻ ചെയ്തു. വലിയൊരു സബ്ഡ്യൂറൽ ഹെമറ്റോമ വിത്ത് മിഡ് ലൈൻ ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. ബ്രെയിനിൽ വലിയ ബ്ലീഡിംഗ് ആണ്, രക്തസ്രാവം ഉണ്ടായിരുന്നു. അപ്പോൾ അത് കാരണം ബ്രെയിൻ നല്ല കംപ്രസ്ഡ് ആയിരുന്നു. പേഷ്യൻ്റ് അത് കാരണം അൺകോൺഷ്യസ് ആയിരുന്നു. അപ്പം നമ്മൾ CT സ്കാൻ ചെയ്തതിൽ ഈ ഫൈൻഡിങ്സ് ഒക്കെ കണ്ട കാരണം നമ്മൾ ഉടനെ എമർജൻസി ആയിട്ട് ക്രേനിയോട്ടമി ചെയ്തു. പേഷ്യൻ്റ് ഇപ്പോൾ വെന്റിലേറ്ററിലാണ്. ഹീസ് ഇൻ എ ക്രിട്ടിക്കൽ കണ്ടീഷൻ. ഒരു 48 hours പിടിക്കും നമ്മൾ ഒരു കറക്റ്റ് ഒരു സ്ഥിതി പറയണമെങ്കിൽ. അറ്റ് പ്രസന്റ് ആള് വെന്റിലേറ്ററി സപ്പോർട്ടിലാണ്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. 2 വർഷം നീണ്ട വംശഹത്യയ്ക്ക് ഒടുവിൽ ഗാസയിൽ വെടിനിർത്തലിനുള്ള ആദ്യഘട്ടത്തിന് ധാരണ. വെടിനിർത്തൽ കരാറിന്റെ ആദ്യഘട്ടം ഇസ്രായേൽ മന്ത്രിസഭയും അംഗീകരിച്ചു. ഇതോടെ 24 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തൽ നിലവിൽ വരും. 72 മണിക്കൂറിനുള്ളിൽ ബന്ദികളെ കൈമാറുന്ന നടപടികളും തുടങ്ങും. സമാധാന കരാറിന്റെ ഭാഗമായി ഇസ്രായേൽ സൈന്യം ഗാസയുടെ ചില ഭാഗങ്ങളിൽ നിന്ന് പിന്മാറും. MG മിഥുനാണ് വിവരങ്ങളുമായി ചേരുന്നത്. മിഥുൻ, നമ്മളെല്ലാവരും ആഗ്രഹിച്ച ദൃശ്യങ്ങൾ അത് ഗസയിൽ നിന്ന് പുറത്തേക്ക് വരികയാണ്. പരുക്കേറ്റ വെടിയൊച്ചകൾ, ഭയന്നിരുന്ന കുഞ്ഞുങ്ങളുടെ മുഖങ്ങളിൽ നിന്ന് മാറി ചിരിക്കുന്ന കുട്ടികളുടെ ദൃശ്യങ്ങൾ നമ്മളിലേക്ക് എത്തുകയാണ്. ഈ കരാറിന്റെ ആദ്യഘട്ടത്തിന് ഇസ്രായേൽ അംഗീകാരവും നൽകിയിരിക്കുന്നു. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? ഇസ്രായേൽ മന്ത്രിസഭയിൽ തീവ്ര വലതുപക്ഷ വിഭാഗങ്ങൾ അല്ലെങ്കിൽ ആ അംഗങ്ങൾ നേരത്തെ വലിയ രീതിയിലുള്ള വിമർശനം ഈ ഒരു ആവശ്യത്തിന്മേൽ ഉന്നയിച്ചിരുന്നു. അതായത് ഒരു തരത്തിലും ഈ യുദ്ധത്തിന് പിന്നോട്ട് പോകരുത് എന്നുള്ള ആവശ്യമായിരുന്നു ഇവർ ഉന്നയിച്ചതെങ്കിൽ അതെല്ലാം തന്നെ ഇപ്പോൾ തള്ളിക്കളഞ്ഞുകൊണ്ട് ഇസ്രായേൽ ഇപ്പോൾ ഈ ഗാസയിലെ സമാധാനം പുനഃസ്ഥാപിക്കുന്നതിന് വേണ്ടിയുള്ള കരാറിന് അംഗീകാരം നൽകിയിരിക്കുന്നു എന്നുള്ള ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകളാണ് പുറത്തു വരുന്നത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഗാസയിലെ 2 വർഷത്തെ ഈ വംശഹത്യയ്ക്ക് വിരാമമാകുന്നു എന്ന് തന്നെ നമുക്ക് പ്രത്യാശിക്കാം. ഒപ്പം തന്നെ പല ദൃശ്യങ്ങളും അവിടുന്ന് പുറത്തു വരുന്നുണ്ട്. നേരത്തെ അശ്വതി സൂചിപ്പിച്ചതുപോലെ തന്നെ ആ ദൃശ്യങ്ങളിലൊക്കെ ആ കുഞ്ഞുങ്ങളുടെയൊക്കെ മുഖത്ത് ആ പുഞ്ചിരി നമുക്ക് പ്രകടമാകുന്നുണ്ട്. അതായത് വെടിനിർത്തൽ കരാറിലേക്ക് പോകുന്നു എന്നുള്ള ആ ശുഭ വാർത്ത അവിടെ എത്തിയതിന് പിന്നാലെയായിരുന്നു അവിടെ വലിയ ആഹ്ലാദങ്ങൾ പങ്കിടുകയും ഒപ്പം തന്നെ ഇനി ഇങ്ങനെ ഒരു അറുതി ഉണ്ടാകില്ല എന്ന രീതിയിലുള്ള ചില പ്രതികരണമൊക്കെ ഈ കുഞ്ഞു കുട്ടികളുടെയൊക്കെ ഭാഗത്ത് നിന്ന് വരികയും ചെയ്യുന്നുണ്ട്. കാരണം കാലങ്ങളായി, കുറേ നാളുകളായി വെടിയുച്ചകളുടെയും ബോംബുകളുടെയും ഒക്കെ ശബ്ദം കേട്ടാണ് ഈ കുഞ്ഞുങ്ങൾ കഴിഞ്ഞിരുന്നത്. ഒന്ന്
ഒന്ന് സമാധാനമായി ഉറങ്ങാൻ കഴിയാത്ത പല നാളുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിനൊക്കെ ഒരു വിരാമം വരുന്നു എന്ന് തന്നെ നമുക്ക് കരുതേണ്ടിയിരിക്കുന്നു. എന്തായാലും ആദ്യഘട്ട ചർച്ചകളാണ് ഇപ്പോൾ ഒരു വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നത് എന്നുള്ളതാണ്. അതിൽ വെടിനിർത്തലും ഒപ്പം തന്നെ ഈ ബന്ദി കൈമാറ്റവുമായി ബന്ധപ്പെട്ടുള്ള വിഷയങ്ങളുമായിരുന്നു ചർച്ചയ്ക്ക് വരികയും ചെയ്ത് അടുത്ത 72 മണിക്കൂറിനുള്ളിൽ തന്നെ ഈ ബന്ദികളെ കൈമാറാനാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നതെന്നാണ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് സോഷ്യൽ ട്രൂത്തിലൂടെ വ്യക്തമാക്കുകയും ചെയ്തിരിക്കുന്നത്. ഒപ്പം തന്നെ അടുത്ത 24 മണിക്കൂറിനുള്ളിൽ വെടിനിർത്തലിലേക്ക് എത്താൻ സാധിക്കുമെന്നുള്ള വിവരങ്ങൾ കൂടി, അത്തരത്തിലുള്ള സുപ്രധാന വിവരങ്ങൾ കൂടി പങ്കുവെക്കുന്നുണ്ട്. ഒപ്പം ഈ ഹമാസും ഇസ്രയേലും ഈ ധാരണയിൽ ഒപ്പുവെക്കുന്ന വേളയിൽ അമേരിക്കൻ പ്രസിഡന്റ് അതിന് സാക്ഷ്യം വഹിക്കാൻ എത്തുമെന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരുന്നുണ്ട്. ഒരു അനൌദ്യോഗിക വിവരമാണ്, അതിലൊരു സ്ഥിരീകരണത്തിലേക്ക് ഇതുവരെയും എത്തിയില്ല എന്നുള്ളതാണ്. എങ്കിൽ പോലും തന്നെ അങ്ങനെയുള്ള ചില വാർത്തകൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട് എന്നുള്ളതാണ്. നിലവിൽ ഇനി രണ്ടാം ഘട്ടത്തിലേക്ക് കടക്കുക എന്നുള്ളതാണ് ഈ ചർച്ചയുടെ ഏറ്റവും പ്രധാനപ്പെട്ട തന്ത്രപ്രധാനപ്പെട്ട നിർണായകമായിട്ടുള്ള ഒരു ഘട്ടമെന്നാണ് നമുക്കിതിനെ വിശേഷിപ്പിക്കേണ്ടതായിട്ടുള്ളത്. കാരണം ഹമാസിന്റെ നിരായുധീകരണം അതുതന്നെയാണ് ഏറെക്കാലമായി ഇസ്രായേൽ ലക്ഷ്യം വെക്കുന്നത്. ആ ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയുള്ള ചർച്ചകളായിരിക്കും രണ്ടാം ഘട്ടത്തിൽ നടക്കുക എന്നുള്ളതാണ്. അതിൽ ഏതൊക്കെ കാര്യങ്ങളാണ് ഉരുത്തിരിഞ്ഞ് വരാൻ പോകുന്നത്, ഒപ്പം തന്നെ ഹമാസ് മുന്നോട്ട് വെച്ചിട്ടുള്ള ചില ഉപാധികളുണ്ട്, ആ ഉപാധികൾ അംഗീകരിക്കുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് ഇനി കണ്ടറിയേണ്ടിയിരിക്കുന്നു. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ഈ ബന്ദികളെ ഉടൻ തന്നെ കൈമാറ്റം ചെയ്യും. ഏറ്റവും പ്രധാനം ഈ വെടിനിർത്തൽ ഏറ്റവും ആശ്വാസകരമായ കാര്യം. മറ്റൊന്ന് ഈ സേനയുടെ പിന്മാറ്റം, ഒപ്പം ഈ ബന്ദികളെ കൈമാറുന്ന കാര്യം. ഈ 3 കാര്യങ്ങളിൽ നടപടികൾ ഉടൻ നടക്കും എന്ന് നമുക്ക് മനസ്സിലാക്കാം. പക്ഷേ മിഥുൻ നേരത്തെ പറഞ്ഞതുപോലെയുള്ള ഈ നിരായുധീകരണം, അവിടെ ആയിരുന്നു വലിയ പ്രശ്നമുണ്ടായിരുന്നത്. അതിൽ വരുന്ന എന്തെങ്കിലുമുള്ള ചർച്ചയിൽ വരുന്ന മാറ്റങ്ങൾ ഈ സമാധാനത്തിന് എന്തെങ്കിലും ഭംഗമുണ്ടാക്കുമെന്ന് നമ്മൾ കരുതണോ, ആശങ്കപ്പെടണോ? അശ്വതി, നിലവിലെ സാഹചര്യത്തിൽ ഈ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുള്ള 20 ദിന പദ്ധതിക്ക് ഒരു അനുകൂല നിലപാട് തന്നെയാണ് ഹമാസ് സ്വീകരിച്ചിരിക്കുന്നത്. പക്ഷേ ചില കാര്യങ്ങളിൽ, ചില വ്യവസ്ഥകളിൽ അവർ വിയോജിപ്പ് രേഖപ്പെടുത്തുകയും അതിന് പകരമായി മറ്റു ഉപാധികൾ ഇവർ മുന്നോട്ട് വെക്കുകയും ചെയ്തിട്ടുണ്ട്. അതിലൊന്ന് സമ്പൂർണ്ണ വെടിനിർത്തലാണ്. താൽക്കാലികമായിട്ടുള്ള ഒരു വെടിനിർത്തലിനെ ഞങ്ങൾ അംഗീകരിക്കില്ല എന്നുള്ളതാണ്. കാരണം നമുക്കറിയാം, മുൻകാലങ്ങളിലും സമാനമായ രീതിയിൽ വെടിനിർത്തൽ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ അത് ഇസ്രായേൽ പലതവണ ലംഘിക്കുന്നുണ്ടായിരുന്നു, ഹമാസും പലതവണ ലംഘിച്ച പശ്ചാത്തലമുണ്ട്. അത് പൂർണ്ണ തോതിലേക്ക് പോകാൻ ഒരു തരത്തിലും സാധിക്കാത്ത ഒരു സാഹചര്യമായിരുന്നു ഉണ്ടായത്. അതുകൊണ്ട് തന്നെ ഒരു പൂർണ്ണ വെടിനിർത്തൽ വേണമെന്നുള്ള ആവശ്യമായിരുന്നു പ്രധാനമായും ഇവർ മുന്നോട്ട് വെച്ചിട്ടുള്ള ഉപാധി. മറ്റൊന്ന് ഗാസയിലെ പുനരുജ്ജീവനം, അപ്പോൾ തന്നെ അവിടുത്തെ ഭരണമടക്കമുള്ള കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നതിന് വേണ്ടി ഒരു പലസ്തീൻ സ്വതന്ത്ര അതോറിറ്റിയെ അല്ലെങ്കിൽ അങ്ങനെ ഒരു കമ്മിറ്റിയെ ട്രംപ് മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അത് ഈ ഒരു 20 ദിന പദ്ധതിയുടെ ഭാഗമാണ്. ആ കമ്മിറ്റിയിൽ ഉടൻ തന്നെ ഇക്കാര്യത്തിലൊരു അന്തിമ തീരുമാനമെടുക്കണം. ഒപ്പം തന്നെ പലസ്തീനിൽ നിന്ന് ഗാസയിൽ നിന്നൊക്കെ പലായനം ചെയ്തു പോയിട്ടുള്ള ജനങ്ങളെ തിരികെ കൊണ്ടുവരുന്നതിന് വേണ്ടിയുള്ള നടപടികളൊക്കെ ഉടൻ തന്നെ കൈക്കൊള്ളണം. ഒപ്പം ഇവർക്ക് ഭക്ഷണവും മരുന്നും ഒക്കെ വിതരണം ചെയ്യുന്നതിന് വേണ്ടിയുള്ള നടപടികൾ ഊർജിതമാക്കണം. കാരണം പല ട്രക്കുകളും തടഞ്ഞു നിർത്തിയേക്കുന്ന അടക്കമുള്ള ചില റിപ്പോർട്ടുകളൊക്കെ പുറത്തു വരുന്നുണ്ടായിരുന്നു. അവിടേക്ക് ഭക്ഷണ സാമഗ്രികളോ ഒന്നും തന്നെ എത്താൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായിരുന്നു എന്നുള്ളതായിരുന്നു ഇതിലേറ്റവും പ്രധാനപ്പെട്ട കാര്യം. മറ്റൊന്ന്, ഏറെ ദീർഘകാലമായി ഇത്തരത്തിലൊരു ഉപരോധം ഈ അതായത് ഈ നിർമ്മാണവുമായി ബന്ധപ്പെട്ടും ഒപ്പം തന്നെ മരുന്നുകളുമായി ബന്ധപ്പെട്ടും ഒക്കെയുള്ള കാര്യങ്ങളിൽ ചില ഉപരോധം ഇസ്രായേൽ ഏർപ്പെടുത്തിയിരുന്നു. ആ ഉപരോധം പിൻവലിച്ചു പോകണം എന്നുള്ളതാണ് മറ്റൊരാവശ്യം. പൂർണ്ണമായും സേന ഗാസയിൽ നിന്ന് വിട്ടുപോകണം എന്നുള്ള ഒരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയും ചെയ്തു. അങ്ങനെയെങ്കിൽ ആ ഉപാധികൾ അംഗീകരിച്ചാൽ സ്വാഭാവികമായും ഈ നിരായുധീകരണം അടക്കമുള്ള കാര്യങ്ങളിലേക്ക് വഴി തുറക്കുമെന്നുള്ളതാണ്. അങ്ങനെ ഒരു അനുകൂല നിലപാട് ഹമാസ് സ്വീകരിക്കാനുള്ള സാധ്യത തന്നെയാണ് കാണാൻ സാധിക്കുകയും ചെയ്യുന്നത്. എന്തായാലും രണ്ടാം ഘട്ടത്തിൽ ഏറെ നിർണായകമായി വരാൻ പോകുന്ന ഈ വിഷയങ്ങൾ തന്നെയാണ്. ഈ വിഷയങ്ങളിൽ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഒരു ഇടപെടൽ എങ്ങനെയായിരിക്കും അക്കാര്യത്തിൽ എന്നുള്ളതും കൂടി നമുക്ക് ചേർത്ത് വായിക്കപ്പെടേണ്ടതായിട്ടുണ്ട്. എന്തായാലും നിലവിലെ സാഹചര്യത്തിൽ ശുഭസൂചനകൾ തന്നെയാണ് വരുന്നത്. സമാധാനത്തിന്റെ സൈറൻ ഗാസയിൽ ഉടൻ തന്നെ മുഴങ്ങുമെന്നുള്ള വിശ്വാസത്തോടു കൂടി തന്നെയാണ് ഇവർ മുന്നോട്ട് പോകുന്നത്. ചർച്ചകളും ലോകമെമ്പാടും ഉറ്റുനോക്കുകയും ചെയ്യുകയാണ്. MG മിഥുനാണ് വിവരങ്ങൾ നൽകിയത്. ഇന്ന് സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരം പ്രഖ്യാപിക്കും. അന്തരിച്ച പോപ്പ് ഫ്രാൻസിസിന് പുറമെ ഇലോൺ മസ്ക്, ഇമ്രാൻഖാൻ, വ്ളാഡിമിർ സെലൻസ്കി എന്നീ പ്രമുഖരും സാധ്യതാ പട്ടികയിലുണ്ട്. അതേസമയം 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചെന്ന വാദവുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും നൊബേൽ മോഹവുമായി മുന്നിലുണ്ട്. എന്നാൽ 2025 ജനുവരി വരെയുള്ള കാലയളവാണ് പ്രധാനമായും വിലയിരുത്തുക എന്നതിനാൽ ട്രംപിന്റെ സാധ്യത വളരെ കുറവാണ്. അജയ് സുധ ബിജുവാണ് വിശദാംശങ്ങളുമായി ന്യൂസ് ഡെസ്കിൽ നിന്ന് ചേരുന്നത്. അജയ്, ഗുഡ് മോർണിംഗ്. ഈ നൊബേൽ പുരസ്കാരത്തിനെ കൗതുകമുള്ളതാക്കുന്നത് ട്രംപിനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നത് തന്നെയല്ലേ?
തീർച്ചയായിട്ടും ഈ ട്രംപ് നൊബേൽ മോഹവുമായി വളരെ നാളായി ഈ രംഗത്തുണ്ടായിരുന്നു. അദ്ദേഹം ഇതിനു മുമ്പ് 2018 തനിക്ക് സമാധാനത്തിനുള്ള നൊബേൽ സമ്മാനം നൽകണമെന്ന് പറഞ്ഞുകൊണ്ട് ശക്തമായിട്ട് രംഗത്തെത്തുന്നത്. എന്നാൽ അദ്ദേഹത്തിനന്ന് നൊബേൽ ലഭിച്ചിരുന്നില്ല. അതിനുശേഷം ഈ വർഷമാണ് ട്രംപും പിന്നെ അദ്ദേഹത്തിൻ്റെ അനുയായികളും പിന്നെ തീവ്ര വലതുപക്ഷ അനുകൂലികളും എല്ലാവരും കൂടി ചേർന്ന് ട്രംപിന് ഈ നൊബേൽ നൽകണമെന്നുള്ള ആവശ്യവുമായി ഇത്തവണ വളരെ ശക്തമായിട്ട് തന്നെ രംഗത്തെത്തിയിട്ടുള്ളത്. താൻ 7 യുദ്ധങ്ങൾ അവസാനിപ്പിച്ചു, അതുകൊണ്ട് തന്നെ തനിക്ക് നൊബേൽ പുരസ്കാരം നൽകണം. എന്നാൽ നൊബേൽ കമ്മിറ്റി തനിക്ക് പുരസ്കാരം നൽകാതിരിക്കാനുള്ള എല്ലാ കാരണങ്ങളും കണ്ടെത്തും. മറ്റൊരാൾക്കാണ് ഇനി അവർ പുരസ്കാരം നൽകുകയെങ്കിൽ അത് തീർച്ചയായിട്ടും അമേരിക്കയോട് തന്നെ ചെയ്യുന്ന ഒരു കുറ്റമാണ് എന്നാണ് ട്രംപ് ട്രൂത്ത് സോഷ്യൽ ഉൾപ്പെടെ കുറിച്ചുകൊണ്ട് രംഗത്തെത്തിയത്. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായിട്ട് അദ്ദേഹം തനിക്ക് നൊബേൽ വേണം എന്നുള്ള തരത്തിൽ നേരിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്ത് വന്നിട്ടുണ്ട്. ഇതിനു മുൻപ് 2009 ബരാക് ഒബാമയ്ക്ക് നൊബേൽ പുരസ്കാരം ലഭിച്ചപ്പോൾ പല വേദികളിലും അദ്ദേഹം ഇൻഡയറക്റ്റ് ആയിട്ട് സൂചിപ്പിച്ച കാര്യം ഇപ്പോൾ നേരിട്ട് തന്നെ പറഞ്ഞുകൊണ്ട് രംഗത്തെത്തിയിട്ടുണ്ട്. അതേസമയം ട്രംപിനെ ഈ നൊബേലിന് വേണ്ടി ഇസ്രായേൽ, അതുപോലെ തന്നെ പാകിസ്ഥാൻ, കംബോഡിയ തുടങ്ങിയിട്ടുള്ള രാജ്യങ്ങൾ നാമനിർദ്ദേശം ചെയ്തിട്ടുണ്ട്. പ്രധാനമായിട്ടും ഇവർ ഉയർത്തിക്കാട്ടുന്ന ഒരു കാര്യമെന്ന് പറയുന്നത് ഇപ്പോൾ നിലവിൽ ഇസ്രായേൽ ഗാസ സംഘർഷം അത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് സമാധാന കരാർ അത് കൊണ്ടുവന്നു. അപ്പോൾ അതിൻ്റെ ഒരു സമാധാനത്തിൻ്റെ ദൂതൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ട്രംപിനെ ഉയർത്തിക്കാട്ടാനാണ് ഇവർ ശ്രമിക്കുന്നത്. എന്നാൽ ഈ സമാധാനത്തിനുള്ള നൊബേൽ അതിൻ്റെ ഒരു ക്രൈറ്റീരിയ അനുസരിച്ച് 2025 ജനുവരി വരെയുള്ള കാര്യങ്ങളായിരിക്കും പരിഗണിക്കുക. മാത്രമല്ല ദീർഘകാലയളവിൽ അന്താരാഷ്ട്ര സമാധാനത്തിനും സാഹോദര്യത്തിനും വേണ്ടി പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾക്കും സംഘടനകൾക്കുമാണ് ഈ പുരസ്കാരം നൽകുക. അതാണ് അവർ പ്രധാനമായിട്ടും പരിഗണിക്കുന്ന ക്രൈറ്റീരിയ. ഇത്തവണ നമ്മൾ നോക്കുകയാണെങ്കിൽ 244 വ്യക്തികൾക്കും 94 സംഘടനകളും ഈ ഇത്തരത്തിൽ നൊബേലിന് ആപ്ലിക്കേഷൻ സമർപ്പിച്ചിട്ടുണ്ട്. മൊത്തം 338 നോമിനേഷൻ ലഭിച്ചു എന്നാണ് ഈ നൊബേൽ കമ്മിറ്റി തന്നെ വ്യക്തമാക്കുന്നത്. നോർവേയിൽ ഈ ഉച്ചയ്ക്ക് 2:30 ആയിരിക്കും പ്രഖ്യാപനം ഉണ്ടാവുക. ഈ വർഷത്തെ ഈ സമാധാനത്തിനുള്ള നൊബേൽ പുരസ്കാരത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് മാധ്യമങ്ങൾക്ക് ഇത് കവർ ചെയ്യാൻ സാധിക്കും എന്നുള്ള ഒരു പ്രത്യേകത കൂടിയുണ്ട്. മാധ്യമങ്ങൾക്ക് ഈ നൊബേൽ പ്രഖ്യാപനം നടക്കുന്ന വേദിയിലേക്ക് കടന്നു ചെല്ലുകയും അവിടെയുള്ള 5 അംഗ കമ്മിറ്റി അവരുടെ ഉൾപ്പെടെ ദൃശ്യങ്ങൾ പകർത്താനും സാധിക്കും. അപ്പോൾ ഇന്ന് 2:30 എല്ലാവരും ഉറ്റുനോക്കുന്നത്. എന്നാൽ ട്രംപിൻ്റെ പ്രധാനപ്പെട്ട എതിരാളികൾ എന്ന് പറയുന്നത് പോപ്പ് ഫ്രാൻസിസ്, ഇലോൺ മസ്ക്, പിന്നെ ഇമ്രാൻ ഖാൻ, പിന്നെ വ്ളാഡിമിർ സെലൻസ്കി പോലെയുള്ള പല പ്രമുഖരാണ്. അതുപോലെ തന്നെ ഡോക്ടേഴ്സ് വിത്തൗട്ട് ബോർഡേഴ്സ്, പിന്നെ കമ്മിറ്റി ടു പ്രൊട്ടക്ട് ജേർണലിസ്റ്റ്, പിന്നെ സുഡാൻ എമർജൻസി റെസ്പോൺസ് റൂം, പിന്നെ ദ യുണൈറ്റഡ് നേഷൻസ് റെഫ്യൂജി ഏജൻസി തുടങ്ങിയിട്ടുള്ള സംഘടനകളെല്ലാം ഇപ്പോൾ അദ്ദേഹത്തിന് ഒപ്പം കോമ്പറ്റീറ്റേഴ്സായിട്ട് ട്രംപിന് എതിരാളികളായിട്ട് ഈ കൂട്ടത്തിലുണ്ട്. ഇവരുടെ എല്ലാവരുടെയും പേര് ദീർഘനാളായി ഇതിൻ്റെ പരിഗണനയിലായിരുന്നു. യുണൈറ്റഡ് നേഷൻസിൻ്റെ റെഫ്യൂജി കമ്മിറ്റി അവരുടെ കാര്യം നോക്കുകയാണെങ്കിൽ ഇതിനു മുമ്പ് 2 തവണ അവർ ഈ പുരസ്കാരത്തിന് അർഹമായിരുന്നു. ഇപ്പോൾ 3ാമത്തെ തവണയാണ് വീണ്ടും നാമനിർദ്ദേശം ചെയ്യപ്പെടുന്നത്. അപ്പോൾ ഇത്തരത്തിൽ ശക്തമായിട്ടുള്ളൊരു കോമ്പറ്റീഷൻ ഈ പീസ് പ്രൈസിന് വേണ്ടി ഉണ്ടാകും. ഇന്ന് 2:30 പ്രഖ്യാപനം. ശരി, അജയ് സുധാ ബിജു ആണ് വിശദവിവരങ്ങൾ നൽകിയത്. അഫ്ഗാനിസ്ഥാനിലെ കാബൂളിൽ വ്യോമാക്രമണം നടത്തി പാകിസ്ഥാൻ എയർഫോഴ്സ്. 2 ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായെന്ന് പ്രദേശവാസികൾ പറയുന്നു. തെഹ്രീക്ക് ഇ താലിബാൻ തലവൻ നൂർ വാലി മെഹസൂദിനെ ലക്ഷ്യം വെച്ചുള്ള വ്യോമാക്രമണമാണിതെന്നാണ് വിവരം. MG മിഥുനാണ് വിവരങ്ങൾ നൽകുന്നത്. മിഥുൻ, എപ്പോഴായിരുന്നു ഈ വ്യോമാക്രമണം ഉണ്ടായത്? നിലവിലെ അവസ്ഥ എന്താണ്? അഫ്ഗാനിസ്ഥാനിലെ കബൂളിലാണ് ഈ വ്യോമാക്രമണം നടത്തിയിരിക്കുന്നത്. പാകിസ്ഥാൻ എയർഫോഴ്സാണ് ഈ വ്യോമാക്രമണത്തിന് പിന്നിൽ. 2 ഉഗ്രസ്ഫോടനങ്ങൾ ഉണ്ടായി എന്ന് പ്രദേശവാസികൾ പറയുന്നു. മിഥുൻ, അശ്വതി, പുലർച്ചയോടുകൂടിയാണ് ഈ ആക്രമണം പാകിസ്ഥാൻ എയർഫോഴ്സിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായത്. ഏറെക്കാലത്തിന് ശേഷമാണ് അഫ്ഗാന്റെ മണ്ണിൽ ഇത്തരത്തിലൊരു ആക്രമണം പാകിസ്ഥാന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ്. അതൊരു ഔദ്യോഗിക സ്ഥിരീകരണം താലിബാന്റെ ഭാഗത്തുനിന്നും അഫ്ഗാന്റെ ഭാഗത്തുനിന്നും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ ആക്രമണം നടന്നതായിട്ട് പ്രദേശവാസികൾ പറയുന്നുണ്ട്. 2 ഉഗ്ര സ്ഫോടനങ്ങൾ നടന്നതായി ശബ്ദങ്ങൾ കേട്ടു എന്നടക്കമുള്ള ചില കാര്യങ്ങൾ പ്രദേശവാസികൾ പറയുന്നതായിട്ടുള്ള ചില റിപ്പോർട്ടുകൾ കൂടി പുറത്തു വരികയും ചെയ്തിട്ടുണ്ട്. മറ്റൊന്ന്, ഈ അഫ്ഗാന്റെ അല്ലെങ്കിൽ താലിബാന്റെ
ആക്ടിംഗ് വിദേശകാര്യമന്ത്രിയായിട്ടുള്ള ആമിർ ഖാൻ മുത്തഖി കഴിഞ്ഞ ദിവസമാണ് 8 ദിവസത്തെ സന്ദർശനമായി ഇന്ത്യയിലേക്ക് എത്തിയത്. വിവിധ കാര്യങ്ങളുമായി ചർച്ച ചെയ്യുന്നതിന് വേണ്ടി മാത്രമാണ് അദ്ദേഹം ഇവിടേക്ക് എത്തിയത് എന്നുള്ളതും ശ്രദ്ധേയമായിട്ടുള്ള കാര്യമാണ്. അതിനിടയിലാണ് ഈ ഒരു ആക്രമണം നടന്നതെന്നുള്ളതും വളരെ പ്രാധാന്യം അർഹിക്കുന്ന ഒരു വിഷയം തന്നെയാണ്. പ്രത്യേകിച്ച് പാകിസ്ഥാനും ഇന്ത്യയുമായുള്ള സംഘർഷങ്ങൾ നടന്നതിന് പിന്നാലെയാണ് 2021 ഈ താലിബാൻ അഫ്ഗാന്റെ ഭരണം ഏറ്റെടുത്തതിന് പിന്നാലെ ഒരു ഭരണാധികാരി, അവിടുത്തെ ഒരു മന്ത്രി ആദ്യമായി ഇന്ത്യ സന്ദർശിക്കുന്നതെന്ന പ്രത്യേകത കൂടി ഉണ്ടായിരുന്നു. അതിനിടയിലാണ് ഇങ്ങനെ ഒരു ആക്രമണം നടന്നതും. കൂടാതെ ഈ വിഷയങ്ങളൊക്കെ ഇന്നത്തെ വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായിട്ടുള്ള കൂടിക്കാഴ്ചയിൽ ചർച്ചാ വിഷയമാകുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, പാകിസ്ഥാൻ ഈ ആക്രമണം നടത്തിയതിന് പ്രധാനപ്പെട്ട കാരണമെന്ന് പറയുന്നത് കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി ഈ മേഖലയിൽ, അതായത് TTP-യുടെ പ്രധാനപ്പെട്ട തന്ത്രപ്രധാനമായിട്ടുള്ള അല്ലെങ്കിൽ അവരുടെ ശക്തി കേന്ദ്രമായിട്ടുള്ള ഇടമാണ് ഈ പഖ്തൂൺഖ പ്രവിശ്യ. അവിടെ അഫ്ഗാനിസ്ഥാനും പാകിസ്ഥാനും അതിർത്തി പങ്കിടുന്ന മേഖലയാണ്. അവിടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി വലിയ രീതിയിലുള്ള ആക്രമണം TTP-യുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നുണ്ടായിരുന്നു. പാകിസ്ഥാൻ ആർമിയെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണങ്ങൾ, നിരവധി സോൾജേഴ്സ് കൊല്ലപ്പെടുന്ന സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതിന് മറുപടി എന്ന രീതിയിൽ പാകിസ്ഥാൻ എയർഫോഴ്സ് ഈ മേഖലയിൽ 1 മാസത്തിന് മുമ്പ് ഒരു ആക്രമണം നടത്തിയിരുന്നു. ബോംബാക്രമണമായിരുന്നു, വ്യോമാക്രമണമായിരുന്നു നടത്തിയത്. അതിൽ സാധാരണക്കാരായിട്ടുള്ള കുട്ടികളടക്കം 30-ലധികം പേർ കൊല്ലപ്പെടുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതിനും മറുപടി എന്ന രീതിയിൽ, അല്ലെങ്കിൽ അതിൻ്റെ പ്രത്യാക്രമണം എന്ന രീതിയിൽ കഴിഞ്ഞ ദിവസവും TTP-യുടെ ഭാഗത്തുനിന്ന് പാകിസ്ഥാന്റെ ലെഫ്റ്റനന്റ് ഗവർണർ അടക്കം സഞ്ചരിച്ചിരുന്ന വാഹനവ്യൂഹത്തിന് നേരെ ആക്രമണം നടത്തുകയും 11ഓളം പേർ കൊല്ലപ്പെടുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് ഈ മഖ്സൂദിനെ ലക്ഷ്യം വെച്ചുകൊണ്ട് കാബൂളിൽ ഇദ്ദേഹം ഒളിച്ചിരിപ്പുണ്ട് എന്ന രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ വ്യോമാക്രമണം നടത്തുകയും ചെയ്തത്. പക്ഷേ ഈ ആക്രമണത്തിൽ നിന്ന് മഖ്സൂദ് രക്ഷപ്പെട്ടതായിട്ടുള്ള വിവരങ്ങളാണ് CNN അടക്കമുള്ള മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ മഖ്സൂദിന്റെ മകൻ ഈ ഒരു ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായിട്ടുള്ള വിവരങ്ങൾ കൂടി ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വരുന്നുണ്ട്. പാകിസ്ഥാൻ ഇത് ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നുണ്ട് എങ്കിൽ പോലും താലിബാന് ഇത് സംബന്ധിച്ച്, ഈ ആക്രമണത്തെ സംബന്ധിച്ച് ഒരു കാര്യവും വ്യക്തമാക്കിയിട്ടില്ല എന്നുള്ളതാണ്. അങ്ങനെ ഒരു ആക്രമണം നടന്നതായിട്ടുള്ള ഒരു സ്ഥിരീകരണം താലിബാന്റെ ഭാഗത്തു നിന്ന് ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളതാണ്. പക്ഷേ നിലവിലെ സാഹചര്യങ്ങൾ, നിലവിലെ സംഘർഷങ്ങൾ അത് അഫ്ഗാനും പാകിസ്ഥാനും തമ്മിലുള്ള വലിയൊരു സംഘർഷത്തിലേക്ക് ഇടവരുത്തുമോ അല്ലെങ്കിൽ അങ്ങനെ ഒരു വഴി തുറക്കുമോ എന്നുള്ള കാര്യങ്ങളാണ്, അല്ലെങ്കിൽ അത്തരത്തിലുള്ള സൂചനകളാണ് ഈ ഒരു ഘട്ടത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും ഇന്ത്യയും സസൂക്ഷ്മം ഈ ഒരു വിഷയത്തെ നിരീക്ഷിച്ചു വരികയാണ്. താലിബാനിലെ അല്ലെങ്കിൽ അഫ്ഗാനിസ്ഥാന് നേരെയുള്ള പാകിസ്ഥാന്റെ ആക്രമണത്തെ വളരെ സസൂക്ഷ്മമായി ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ഒക്കെ നിരീക്ഷിച്ചു വരികയാണ് എന്നുള്ളതാണ്. MG മിഥുനാണ് വിശദവിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് എത്താം ഇടവേളയ്ക്ക് ശേഷം. ഒരു മാധ്യമ പ്രവർത്തക എന്ന നിലയ്ക്ക് ഇപ്പോൾ ഏറ്റവും കൂടുതൽ കൈകാര്യം ചെയ്യേണ്ടി വരുന്നത് ലഹരിയുമായി ബന്ധപ്പെട്ട വാർത്തകളാണ്. കൊച്ചുകുട്ടികൾ മുതൽ യുവാക്കൾ വരെ എല്ലാവരും ഉൾപ്പെട്ടിരിക്കുന്ന ലഹരിയുടെ ഒരു വല. എന്താണ് നമ്മുടെ യുവതലമുറയ്ക്ക് സംഭവിക്കുന്നത് എന്നൊക്കെ എല്ലാവരും ചോദിച്ചു കാണും. പക്ഷേ അവരുടെ പ്രശ്നങ്ങളെ, അത് കുട്ടികൾ മുതൽ യുവാക്കൾ വരെ, അവരുടെ പ്രശ്നങ്ങളെ കേൾക്കുന്നതിന്, മനസ്സിലാക്കുന്നതിന്, ഒരു പരിഹാരം പറയുന്നതിന് മുതിർന്നവരായ നമുക്ക് എത്രമാത്രം കഴിയുന്നുണ്ട്? അവരിൽ ഉണ്ടാകുന്ന ചെറിയ മാറ്റങ്ങൾ നമ്മൾ തിരിച്ചറിയാറുണ്ട്. അവരുടെ ചുറ്റുമുള്ളത് ഒരു മായാലോകമാണ്. സോഷ്യൽ മീഡിയയുടെ, വീഡിയോ ഗെയിമുകളുടെ, സിനിമയുടെ, വാർത്തയുടെ വലിയ വിവരശേഖരത്തിന്റെ ലോകം. ആ ലോകത്തിനകത്ത് കുരുങ്ങിപ്പോകുന്ന കുട്ടികളെ തിരിച്ച് യഥാർത്ഥ ജീവിതത്തിലേക്ക്, മണ്ണിന്റെ മണമുള്ള ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ നമുക്കും കഴിയേണ്ടതല്ലേ? അവരെ കേൾക്കാൻ, അവരിൽ ഉണ്ടാകുന്ന മാറ്റങ്ങൾ തിരിച്ചറിയാൻ, അവരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ നമുക്ക് മാത്രമേ കഴിയൂ. ചേർത്ത് പിടിക്കാം നമ്മുടെ കുട്ടികളെ. ലഹരിയുടെ വലയിൽ കുരുങ്ങാതെ അവരെ കാത്തുരക്ഷിക്കാം. വീണു വാർത്തകളിലേക്ക് വരുമ്പോൾ, കൊല്ലത്ത് കിണറ്റിൽ പുലി വീണു. കറവൂർ ചാങ്ങാപ്പാറ സ്വദേശിനി ഷിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് പുലി വീണത്. റിസർവ് വനത്തോട് ചേർന്ന സ്ഥലത്താണ് സംഭവം. വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പുലിയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടങ്ങി. വിനീഷാണ് വിവരങ്ങളുമായി ചേരുന്നത്. വിനീഷ്, ഏറെ ശ്രമകരമായ ഒരു ദൗത്യമായിരിക്കും വനംവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം. ഇപ്പോൾ എന്താണ് അവിടെ സംഭവിക്കുന്നത്? തീർച്ചയായും ഈ റിസർവ് ഫോറസ്റ്റ് ഏരിയയിലാണ് ഇത്തരത്തിലുള്ള സംഭവം ഉണ്ടായത്. കഴിഞ്ഞ ദിവസമായിരുന്നു പുലി കിണറ്റിൽ അകപ്പെട്ടത്. നമുക്ക് ആ ദൃശ്യങ്ങൾ തന്നെ കാണാൻ കഴിയും. ആ കിണർ എന്ന് പറഞ്ഞാൽ വക്കുകെട്ടില്ലാത്ത കിണറാണ്, തറനിരപ്പായിട്ടുള്ള കിണറാണ്. ഈ കിണറ്റിലാണ് പുലി അകപ്പെട്ടിരിക്കുന്നത്. വനംവകുപ്പ് ഉദ്യോഗസ്ഥർ സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. പുലിയെ പുറത്തെടുക്കാനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെ പ്രദേശവാസികളെല്ലാം തന്നെ പറയുന്നത്
നേരത്തെയും ഈ പുലിയെ കണ്ടതായിട്ട് പറയുന്നുണ്ട്. എന്തായാലും അതിനെക്കുറിച്ചെല്ലാം അന്വേഷണം നടക്കുന്നുണ്ട്. എന്തായാലും പുലിയെ പുറത്തെടുത്തെങ്കിൽ മാത്രമേ ഈ പുലിയുടെ പ്രായം അടക്കം കണക്കാക്കാൻ കഴിയുകയുള്ളൂ. എന്തായാലും അതിനുള്ള നടപടികൾ തുടങ്ങിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായി കാണാൻ സാധിക്കുന്നത് പുലി ആ കിണറ്റിൽ വീണിരിക്കുന്നത്. ഇതിപ്പോൾ ജനവാസ മേഖലയാണ് എന്നും കൂടി മനസ്സിലാക്കുന്നു. ഈ മയക്കുവെടി വെച്ച ശേഷമാകുമോ പുലിയെ പുറത്തേക്ക് എടുക്കുക? എന്തായാലും വളരെ ബുദ്ധിമുട്ടുള്ളൊരു ശ്രമകരമായ ദൗത്യമാണ് വനംവകുപ്പിന് മുമ്പിലുള്ളത് എന്ന് മനസ്സിലാകുന്നു. തീർച്ചയായും ഈ 14 അടി താഴ്ചയുള്ള കിണറാണ്. ഇതിന് മുകളിലേക്ക് കയറാനുള്ള ശ്രമവും നിരവധി തവണ പുലി നടത്തിയതായിട്ട് കാണുന്നുണ്ട്. ഇപ്പോൾ കിണറ്റിൽ ക്ഷീണിതനായിട്ടാണ് പുലി കിടക്കുന്നത്. വനപാലക സംഘം സ്ഥലത്തെത്തിയിട്ടുണ്ട്. അതിന് വേണ്ടുന്ന നടപടിക്രമത്തിലേക്ക് അവർ നീങ്ങുകയാണ്. എന്തായാലും പുലിയെ ഇപ്പോൾ പുറത്തെടുത്തിട്ടില്ല. പുലി കിണറ്റിനുള്ളിൽ തന്നെ കിടക്കുകയാണ്. അതിനുള്ള നടപടിയിലേക്ക് നീങ്ങുന്നുണ്ട്. ശരി, ഇപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കൊല്ലത്ത് കിണറ്റിൽ പുലി വീണിരിക്കുകയാണ്. അതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. റിസർവ് വനത്തോട് ചേർന്ന സ്ഥലത്താണ് കറവൂർ ചാങ്ങാപ്പാറ സ്വദേശിനി ഷിബിയുടെ വീട്ടിലെ കിണറ്റിലാണ് ഈ പുലി വീണത്. അവിടെ ഇപ്പോൾ വനംവകുപ്പ് സംഘം സ്ഥലത്തെത്തി പുലിയെ പുറത്തെടുക്കാനുള്ള ശ്രമം തുടരുകയാണ്. വിനീഷാണ് അവിടെ നിന്നും വിശദാംശങ്ങൾ നൽകിയത്. ക്യാരറ്റും പൈനാപ്പിളും ഒന്നും വേണ്ട, പടയപ്പയ്ക്കിപ്പോൾ പ്രിയം നൂഡിൽസും ബണ്ണുമൊക്കെയാണ്. പടയപ്പയുടെ ഭക്ഷണ രീതികൾ മാറിയതോടെ വെട്ടിലായിരിക്കുകയാണ് മൂന്നാറിലെ വഴിയോര കച്ചവടക്കാർ. വഴിയോര കടകൾക്ക് നേരെയാണിപ്പോൾ കാട്ടാന ആക്രമണം നടത്തുന്നത്. മുൻപൊക്കെ വഴിയോര കച്ചവട കേന്ദ്രങ്ങൾ തകർത്തും ലോറി തടഞ്ഞു നിർത്തിയുമൊക്കെ പടയപ്പ അകത്താക്കിയിരുന്നത് പൈനാപ്പിളും ഓറഞ്ചും ക്യാരറ്റുമൊക്കെയായിരുന്നു. എന്നാൽ ഇപ്പോൾ കഥ മാറി. ന്യൂഡിൽസ്, ബണ്ണ്, ബിസ്ക്കറ്റ്, ബ്രെഡ് തുടങ്ങിയവയാണ് പടയപ്പയ്ക്ക് പ്രിയം. കഴിഞ്ഞ ദിവസം രാത്രി പെരിയവാര പാലത്തിന് സമീപമുള്ള 4 കടകളാണ് പടയപ്പ തകർത്തത്. വിൽപ്പനയ്ക്കായി വെച്ചിരുന്ന സാധനങ്ങളും അകത്താക്കി. ലേസ് ഇതുപോലത്തെ പ്ലാസ്റ്റിക്കോട് ചേർത്ത് കളിക്കുന്നുണ്ട്. അതുപോലെയാണ് ഇപ്പോൾ ഇത് ചെയ്യുന്നത്. നേരത്തെ വന്നിട്ട് മക്കാച്ചോളം, പൈനാപ്പിള്, മാങ്കോ. നമ്മൾ മാങ്ങോ വയ്ക്കുന്നില്ല, പൈനാപ്പിൾ വയ്ക്കുന്നില്ല. അതുകൊണ്ട് ഇത് മക്കാച്ചോളം വയ്ക്കുന്നില്ല. ஆனால் നമ്മുടെ കട വന്നിട്ട് അതുകൊണ്ടാണ് വന്നത്. കൈ മുടിയാത്ത കൊണ്ട് നമ്മൾ വെള്ളം എടുത്ത് കൊടുത്ത് ഇന്ന് ചെറിയ ഒരു കച്ചവടം ചെയ്യാമെന്ന് ഓർത്താണ് നമ്മളിരിക്കുന്നത്. ഇത് വന്നിട്ട് മൊത്തം വലിച്ചു വാരി മൊത്തം ബോക്സിൽ വന്നിട്ട് എലി കയറുന്നു പറഞ്ഞിട്ട് അവിടെ വന്ന് കയറ്റി വെച്ചതാ. അതും ബോക്സ് പൊക്കി റോഡിലിട്ടിട്ട് അതാണ് കളിച്ചത്. വഴിയോര കടകളിൽ മുൻപ് പഴവർഗ്ഗങ്ങളായിരുന്നു വിൽപ്പനയ്ക്കായി സൂക്ഷിച്ചിരുന്നത്. പടയപ്പയുടെ ശല്യം രൂക്ഷമായതോടെ വ്യാപാരികൾ ബേക്കറി ഉത്പന്നങ്ങൾ കൂടുതലായി വിൽക്കാൻ ആരംഭിച്ചു. പടയപ്പ இந்த நூடில்ஸு, இந்த பிரெட்டு இதெல்லாம் சாப்பிட்டு போகுது. இதை வச்சு தான் எங்களுக்கு வாழ்வாதாரம். சாப்பாட்டுக்கு வேறு வழி இல்லை. சாப்பிட்டு எல்லாம் போயிடுச்சு. பிரெட்டு முதல் கொண்டு சாப்பிட்டு போயிடுச்சு. முன்னாடி வந்தோன்னா இந்த இளநீர் இதெல்லாம் அடிச்சு இது சாப்பிடும். இப்போ வந்து பார்த்தீங்கன்னா நூடுல்ஸு, பிரெட்டு, ബണ്ണ് ഇതെല്ലാം ചാപ്പിട്ട് പോകും. പഴവർഗ്ഗങ്ങൾ ഒഴിവാക്കി ബേക്കറി ഉത്പന്നങ്ങൾ അകത്താക്കാൻ ആരംഭിച്ചതോടെ വ്യാപാരികൾ കൂടുതൽ പ്രതിസന്ധിയിലായി. ന്യൂസ് 18 ഇടുക്കി. ഇടുക്കിയിൽ വീണ്ടും വ്യാജരേഖ ചമച്ച് ഭൂമി തട്ടിപ്പെന്ന് പരാതി. ചെമ്മണ്ണാർ സ്വദേശിയായ കർഷകനാണ് തട്ടിപ്പിനിരയായത്. റവന്യൂ രേഖകളിൽ റിസർവ് എന്ന് രേഖപ്പെടുത്തിയിരിക്കുന്ന ഭൂമിയാണ് സ്വകാര്യ വ്യക്തി കൈമാറ്റം ചെയ്തതെന്ന് പരാതിക്കാരൻ പറയും. കഴിഞ്ഞ വർഷമാണ് ചെമ്മണ്ണാർ നെല്ലുംകുഴിയിൽ ടോമി അലക്സ് ശാന്തമ്പാറ പേത്തൊട്ടിയിൽ 20 ഏക്കർ ഭൂമി വാങ്ങിയത്. മുട്ടുകാട് സ്വദേശിയായ സ്വകാര്യ വ്യക്തിയിൽ നിന്നാണ് ഭൂമി വാങ്ങിയത്. പട്ടയമില്ലാത്ത ഭൂമിക്ക് കൈവശാവകാശ രേഖകൾ ഉണ്ടെന്ന് തെറ്റിദ്ധരിപ്പിച്ചായിരുന്നു സ്ഥലം കൈമാറ്റമെന്ന് പരാതിക്കാരൻ പറയുന്നു. ആകെ 55 ലക്ഷം രൂപ വിലയിട്ട ഇടപാടിൽ 10 ലക്ഷം രൂപ അഡ്വാൻസായി നൽകി. ബാക്കി തുക 1 വർഷത്തിനുള്ളിൽ നൽകാമെന്നായിരുന്നു കരാർ. എന്നാൽ കാർഷിക ജോലികൾ ആരംഭിച്ചപ്പോൾ ഭൂമിയുടെ അളവിൽ കുറവുണ്ടെന്ന് സംശയം വന്നതോടെ റവന്യൂ രേഖകൾ പരിശോധിച്ചപ്പോഴാണ് തട്ടിപ്പ് മനസ്സിലായതെന്ന് പരാതിക്കാരൻ പറയുന്നു. ശാന്തൻപാറ വില്ലേജിൽ ഉൾപ്പെടുന്ന സ്ഥലം സർക്കാർ റിസർവ് ഭൂമിയാണെന്ന് റവന്യൂ രേഖകളിൽ അടയാളപ്പെടുത്തിയിരിക്കുന്നതായും ചൂണ്ടിക്കാട്ടുന്നു. അളന്നപ്പോൾ 14 ഏക്കറേ ഉള്ളൂ. 14 ഏക്കറേ ഉള്ളൂ എന്ന് കണ്ടു കഴിഞ്ഞപ്പം പുള്ളി പറഞ്ഞത് എല്ലാം ശരിയല്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ട് ഈ സ്ഥലത്തെക്കുറിച്ചുള്ള നിജസ്ഥിതി അറിയുന്നതിനായിട്ട് വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചു. വില്ലേജ് ഓഫീസിൽ പോയി അന്വേഷിച്ചു കഴിഞ്ഞപ്പോൾ വില്ലേജ് ഓഫീസർ പറഞ്ഞത് ഈ സ്ഥലം സർക്കാർ ഭൂമിയാണെന്നും അത് റിസർവ് ചെയ്തിട്ടിരിക്കുന്നതാണെന്നും ആണ് എന്നോട് പറഞ്ഞത്. അതിനുള്ള രേഖകൾ ഞാൻ ചോദിച്ചപ്പോൾ അതും തന്നു. അപ്പോൾ അയാൾ എന്നെ പറ്റിച്ചതാണെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് പിന്നീട് ബാക്കി
കാശ് ഞാൻ കൊടുത്തില്ല. എന്നാൽ എനിക്ക് അതുവരെ പണി ചെയ്തതിൻ്റെതായിട്ട് ഒരു 10-30 ലക്ഷം രൂപയ്ക്ക് മുകളിൽ പണിക്കാശായിട്ട് അതിനകത്ത് ഞാൻ മുടക്കി. എന്നാൽ ഈ ഭൂമി തിരിച്ചെടുക്കുന്നതിന് സർക്കാരോ മറ്റാരോ ഒരു നടപടിയും ഇതുവരെ സ്വീകരിച്ചിട്ടില്ല. മുൻകൂറായി നൽകിയ പണവും കാർഷിക ജോലികൾക്കായി മുതൽ മുടക്കിയ പണവും ഉൾപ്പെടെ കർഷകന് 30 ലക്ഷത്തിലധികം രൂപ ഇതിനകം നഷ്ടമായി. സംഭവം സംബന്ധിച്ച് റവന്യൂ വകുപ്പിന് കർഷകൻ പരാതി നൽകിയിട്ടും ഭൂമി ഇതുവരെ തിരികെ പിടിക്കാൻ നടപടി സ്വീകരിച്ചിട്ടില്ലെന്നും ആക്ഷേപമുണ്ട്. ന്യൂസ് 18 ഇടുക്കി. ഏലക്ക വില വർദ്ധിച്ചതോടെ മോഷണം വ്യാപകമാവുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ കട്ടപ്പനയ്ക്ക് സമീപത്ത് തോട്ടത്തിൽ ആളുകൾ വിളവെടുക്കുമ്പോൾ തോട്ടത്തിന്റെ മറ്റൊരു ഭാഗത്ത് നിന്ന് 35 കിലോ പച്ച ഏലക്ക മോഷണം പോയി. ജില്ലയിൽ പലയിടത്തും ഏലക്ക മോഷണം പോയിട്ടും മോഷ്ടാക്കളെ കണ്ടെത്താനാകാത്തതിൽ വലിയ പ്രതിഷേധത്തിലാണ് കർഷകർ. ഏലക്കയുടെ വില വർദ്ധിച്ചതോടെ തോട്ടങ്ങളിൽ മോഷണം വ്യാപകമായി. കട്ടപ്പന വാഗവയലിൽ വിനോദിന്റെ തോട്ടത്തിൽ തൊഴിലാളികൾ ഏലക്ക വിളവെടുക്കുന്നതിനിടെയാണ് ചാക്കിൽ വെച്ചിരുന്ന 35 കിലോ മോഷണം പോയത്. മൂട് വശത്ത് ഞാനും പണിക്കാരും കൂടെ പണിതുകൊണ്ടിരിക്കുമ്പോൾ കളയെടുക്കുകയായിരുന്നു. പണിതുകൊണ്ടിരിക്കുമ്പോൾ താഴത്തെ സൈഡിൽ നിന്ന് കായ എടുത്തുകൊണ്ട് പോയി. അത് പറിക്കുക ചെയ്തത് ഞങ്ങൾ തിരിച്ച് വൈകുന്നേരം ഇറങ്ങി പോകുമ്പോൾ ആ ഭാഗത്ത് പറിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പറമ്പിൽ ആളുള്ള സമയത്താണ് ഇത് കൊണ്ടുപോകുന്നത്. 4 ചെടിയുടെ അപ്പുറത്ത് നിന്ന് ആൾക്കാർ നിൽക്കുന്നു. തിരിഞ്ഞു നോക്കിയാൽ കാണാവുന്ന രീതിയിൽ നോക്കി നിന്ന് എടുത്തുകൊണ്ട് പോവുകയത്. ഇത് രണ്ടും ഒരേ സ്ഥലത്തൂടെയാണ് ആൾക്കാർ വന്ന് എടുത്തുകൊണ്ട് പോയിരിക്കുന്നത്. ഇവിടെ നിന്ന് ഈ പ്രദേശത്ത് എവിടെയെങ്കിലും ഭാഗത്ത് നിന്ന് കണ്ടിട്ടാണ് അത് എടുത്തുകൊണ്ട് പോയത്. ഞങ്ങൾ ഈ താഴെ ഈ വഴി തന്നെ പണിത് ഞാനൊരു 4 ചെടിക്ക് അപ്പുറം നിന്ന് കായ എടുത്തുകൊണ്ടിരിക്കുക. ആ 4 ചെടിക്ക് ഇപ്പറേ ആ വഴി തന്നെ കാ കുടഞ്ഞു വെച്ചിരുന്നത്. അടുത്ത കൂട്ടി കുടയാനായിട്ട് വന്നപ്പം കായില്ല, ചാക്കില്ല. നേരെ ഉടനെ ഭായിയെ വിളിച്ചു. ഭായി ഓടി വന്നു. അതിലേ പോയി കാണുമെന്ന് ഓർത്തുകൊണ്ട് ഭായി അങ്ങോട്ട് ഓടി. പക്ഷെ വഴിയെ തന്നെയാണ് സാധനം കയറി പോയത്. ഒരാഴ്ച മുമ്പും ഇതേ തോട്ടത്തിൽ നിന്ന് തന്നെ ഏലക്ക നഷ്ടപ്പെട്ടിരുന്നു. 50 ദിവസത്തിന് മുന്നേ നമ്മുടെ പറമ്പിൽ നിന്നാണേലും ഇതുപോലെ അത് ശരം ചെത്തുകയും അതുപോലെ അടത്തിക്കൊണ്ട് പോവുകയും ചെയ്തിട്ടുണ്ട്. ഒരു 10 കിലോയോളം നഷ്ടപ്പെട്ടിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് ഇതിനകത്ത് എന്തെങ്കിലും ഒരു നടപടികളൊക്കെ സ്വീകരിച്ചു തരണമെന്നാണ് നമുക്ക് പറയാനുള്ളത്. കട്ടപ്പന പോലീസിൽ പരാതി നൽകിയതിനെ തുടർന്ന് അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. എന്നാൽ പ്രദേശത്ത് മോഷണം പതിവായിട്ടും ആളെ കണ്ടെത്താത്തതിൽ പ്രദേശവാസികൾക്ക് കടുത്ത പ്രതിഷേധമുണ്ട്. ന്യൂസ് 18 കട്ടപ്പന. മോഹൻലാലിന്റെ ബ്ലോക്ക് ബസ്റ്റർ ചിത്രമായ രാവണപ്രഭു വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തുകയാണ്. 24 വർഷം മുൻപ് എത്തിയിരിക്കുന്നു. 24 വർഷം മുൻപ് തിയേറ്ററുകളെ ഇളക്കിമറിച്ച ചിത്രത്തിന്റെ 2ാം വരവിലും ഗംഭീര സ്വീകരണമാണ് ആരാധകർ ഒരുക്കിയിരിക്കുന്നത്. ദേവാസുരത്തിന് തിരക്കഥ എഴുതിയ രഞ്ജിത്ത് സംവിധായകനായി അരങ്ങേറ്റം കുറിച്ച ചിത്രം കൂടിയാണ് രാവണപ്രഭു. തിരുവനന്തപുരത്ത് നിന്നും MS ഹരികൃഷ്ണൻ വിവരങ്ങളുമായി ചേരും. എന്തായാലും രാവണപ്രഭുവിന് വലിയ സ്വീകരണമാണ് ആരാധകർ ഒരുക്കിയിരിക്കുന്നതെന്ന് തിയേറ്ററുകളിൽ നിന്ന് ഉള്ള ദൃശ്യങ്ങൾ പറയുന്നു. 2ാം വരവിലും ഒട്ടും നിറം മങ്ങാതെ രാവണപ്രഭു ഇന്ന് വീണ്ടും തിയേറ്ററുകളിലേക്ക് എത്തിയിരിക്കുകയാണ്. മോഹൻലാലിനെ സംബന്ധിച്ചിടത്തോളം ദാദാ സാഹേബ് ഫാൽക്കെ പുരസ്കാരത്തിന്റെ നിറവിൽ കൂടിയാണ് എന്നുള്ളതാണ്. മോഹൻലാൽ ആരാധകർക്ക് അത്രത്തോളം അഭിമാനം തോടെ ആ ചിത്രം കാണാവുന്ന പഞ്ച് ഡയലോഗുകളൊക്കെയുള്ള രാവണപ്രഭു കാണാനായി ആളുകൾ തിയേറ്ററുകളിലേക്ക് രാവിലെ തന്നെ എത്തിയിരിക്കുന്നു. MS ഹരികൃഷ്ണൻ ചേരുന്ന വിവരങ്ങളുമായി. ഹരി, എത്രത്തോളം തിരക്കുണ്ട് രാവണപ്രഭുവിന്റെ 2ാം വരവ് കാണാൻ? വലിയ ആവേശം തന്നെയാണ് ഇവിടെ. നാസിക്കോളൊക്കെ ഉണ്ട്. വലിയ നമ്മുടെ ഫാൻസിന്റെ ഷോ ആണ് നിൽക്കുന്നത്. 24 വർഷങ്ങൾക്ക് ശേഷം വന്നൊരു റിലീസാണ്. അപ്പോ അത് ഫാൻസിനോട് തന്നെ നമുക്ക് നേരിട്ട് ചോദിക്കാം. ചേട്ടാ എങ്ങോട്ട് തീപ്പൊളി ആവേശം ഫാൻസ് ഗംഭീര അനുഭവം ഫാൻസ് പങ്കുവയ്ക്കും. കാരണം രാവിലെ എഴുന്നേറ്റ് വന്നവരാണ്. തിയേറ്റർ ആഘോഷമാക്കി മാറ്റിയവരും കൂടിയാണ്. നമുക്ക് ഒരു പട തന്നെ വരുന്നുണ്ട് പിന്നാലെ. ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഇത് FDFS ഇപ്പം ഈ രാവണപ്രഭു ഇപ്പം ഈ രാവിലെ കയറി അവർക്ക് ലൈഫ് ടൈം എക്സ്പീരിയൻസ്. ഒന്നും പറയാനില്ല. റീമാസ്റ്റർ വേർഷൻ തന്നെ പക്ക റീമാസ്റ്റർ. അടിപൊളിയാണ്. നമ്മുടെ ആവേശം ഇത്രയും നേരം കണ്ടില്ല. 24 വർഷങ്ങൾക്ക് ശേഷം പരമ്പരയാണ്. ഇപ്പോഴും നമ്മൾ അടിപൊളിക്കുകയാണ്. അന്ന്
ഇപ്പോഴും നമ്മൾ തിയേറ്ററിൽ അടിച്ചു പൊളിച്ച് ലാലേട്ടന്റെ പഴയ പടമായാലും പുതിയ പടമായാലും ഏതായിരുന്നാലും അടിച്ച് പൊളിച്ചിരിക്കും. ഒരു പുതിയ പടം ഇറങ്ങുന്നതിന്റെ ആവേശമുള്ളൂ ഈ ഒരു പടത്തിന്. ഒരേ ഒരു വികാരം മാത്രമേ ഉള്ളൂ. അടിപൊളി, തകർത്തിട്ട് പോയി. പഴയ പടമായാലും പുതിയ പടമായാലും നമ്മളില്ലാതെ ഒരു പടമില്ല. മോഹൻലാൽ ഫാൻസിന്റെ ആഘോഷമാണ്. നമ്മുടെ ജീവനാണ്, കൽവാണ്, നമ്മുടെ മുത്താണ്, നമ്മുടെ ഏട്ടനാണ്. ലാലേട്ടൻ, ലാലേട്ടൻ, അനന്തപുരിയുടെ താരചക്രവർത്തി ലാലേട്ടൻ. ശരി ഹരി, അവിടെ ആവേശവും ആഘോഷവും ഒക്കെ തുടരട്ടെ. എന്നാൽ 24 വർഷങ്ങൾക്ക് ശേഷം രാവണപ്രഭു രണ്ടാം വരവിലെത്തിയപ്പോഴും ഒട്ടും ചോരാതെ വലിയ ആവേശത്തിലാണ് ആരാധകർ, ലാലേട്ടൻ ആരാധകർ, മോഹൻലാൽ ആരാധകർ ഉള്ളത്. MS ഹരികൃഷ്ണൻ അവിടെ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകൾ വിശദമായി കാണാം ന്യൂസ് ട്രെൻഡ്സിൽ. 9 മണി വാർത്ത ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.